പറയുന്നത്. ഒന്നാണെന്ന് പറയുന്നത് ഏത് രീതിയിലാ? ആ ഗുണങ്ങളുടെ പേരിൽ അവരെല്ലാവരും ഒരു സംഘം, ഒരു കൂട്ടം എന്നുള്ള നിലയിൽ അവരൊന്നാണ്. പിന്നെ മൂന്നാണെന്ന് ഞങ്ങൾ പറയുന്നത് ഏതാ? എത്രയുണ്ടെന്ന് ഞങ്ങളോട് ചോദിച്ചാൽ മൂന്നെന്ന് പറയും. നമ്മൾ ആരെങ്കിലും ക്രൈസ്തവരോട് ദൈവത്തിന്റെ ഗുണമാണോ ചോദിച്ചത്? എത്ര പേരുണ്ടെന്നാണോ ചോദിച്ചത്? ക്രൈസ്തവരോട് നമ്മൾ എസൻസ് ആരെങ്കിലും ചോദിച്ചോ? നമ്മൾ അവരോട് ചോദിച്ച ഏക ചോദ്യം ഏതാ? എത്ര ദൈവമുണ്ട് നിങ്ങൾക്കെന്ന് ചോദിച്ചപ്പം എന്ത് മറുപടിയായിരുന്നു ഇവർ പറയേണ്ടത്? ഞങ്ങൾക്ക് യഥാർത്ഥത്തിൽ 3 ദൈവമുണ്ട്, പക്ഷേ ഇവർ തമ്മിൽ വളരെ സ്നേഹത്തിലും വളരെ ഐക്യത്തിലുമാണ്, ഇവർ തമ്മിൽ യാതൊരു പ്രശ്നവുമില്ലായിരുന്നു എന്നാണ് പറയേണ്ടത്. ഒന്ന്, പറയുന്ന ആളിന് അറിയില്ല, അവരെ ആരും പഠിപ്പിച്ചു കൊടുത്തിട്ടില്ല, അതുകൊണ്ട് തന്നെ അവരത് നമ്മളെ ചതിച്ചു എന്ന് പറയാൻ പറ്റില്ല, അവർക്കറിയില്ല എന്നേ നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഏതുപോലെ ഇപ്പം നമുക്ക് പറയാം, ഞാൻ ഈ ഓഡിറ്റോറിയത്തിലിരിക്കുന്ന മുഴുവൻ ആളുകളും ഒന്നാണ്. സൃഷ്ടി എന്ന നിലയിൽ ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും ഒന്നാണ്. പക്ഷെ എത്ര പേരിവിടെ ഉണ്ട് എന്ന് എന്നോട് ചോദിച്ചാൽ ഞാൻ എന്ത് മറുപടി പറയണം? എണ്ണം പറയണം. പക്ഷേ എത്രയുണ്ട് എന്ന് ക്രൈസ്തവരോട് ചോദിക്കുമ്പോൾ ക്രൈസ്തവർ എണ്ണക്കണക്കല്ല പറയുന്നത്, എണ്ണത്തിൻ്റെ കണക്കല്ല പറയുന്നത്, നേരെ മറിച്ച് ഗുണത്തിൻ്റെ കാര്യമാണ് പറയുന്നത്. ഏതുപോലെ നമ്മൾ ഉദാഹരണം പറഞ്ഞാൽ, ഒരു മനുഷ്യൻ ഒരു കടയിൽ കയറി 3 പഴം കഴിച്ചിട്ട് ഇറങ്ങി വരുന്നു. ക്യാഷ് കൗണ്ടറിൽ വന്നപ്പോൾ ക്യാഷ് കൗണ്ടറിൽ ആൾ ചോദിച്ചു, എത്ര പഴം കഴിച്ചു? അദ്ദേഹം പറഞ്ഞു 1 പഴം. അങ്ങനെ കടക്കാരൻ അവിടുന്ന് 3 പഴത്തൊലി എടുത്തുകൊണ്ട് കാണിച്ചിട്ട് ചോദിച്ചു, 3 പഴം നിങ്ങൾ കഴിച്ചിട്ടുണ്ട്? ഈ 3 പഴത്തൊലി കണ്ടിട്ടും അദ്ദേഹം പറഞ്ഞു, ഇല്ല, ഞാൻ 1 പഴമാണ് കഴിച്ചത്. കാരണം എന്താ? ഇൻ എസൻസ്, ഗുണത്തിൽ ഈ പഴമെല്ലാം ഒന്നാണ്, എണ്ണത്തിൽ ഈ പഴം 3 ഉണ്ട്. എന്നിട്ട് അദ്ദേഹം വ്യാഖ്യാനിക്കുകയാണ്, എസൻസ് ഒന്നെന്ന് വെച്ചാൽ ഒന്നിന് മാത്രമല്ല പറയുന്നത്, ഒരു കൂട്ടത്തിന് പറയും, ഒരു ജനതയ്ക്ക് പറയും, മുന്തിരിക്കൊലയ്ക്ക് പറയും. അതുകൊണ്ട് ഈ 3 എണ്ണമല്ല, ആ പഴക്കൊലയിലെ മുഴുവൻ പഴം ഞാൻ കഴിച്ചാലും എനിക്ക് എന്തെന്ന് അവകാശപ്പെടാം? ഒന്നെന്ന് അവകാശം എന്ന് പറഞ്ഞാൽ ആ കടക്കാരൻ ഇദ്ദേഹത്തെ എന്തായിരിക്കും ചെയ്യാം? എന്തായിരിക്കും ഇദ്ദേഹത്തെ ചെയ്യാം എന്ന് പറഞ്ഞതിൻ്റെ തൊട്ട് ക്രൈസ്തവ സുഹൃത്തുക്കളോട് നമ്മൾ പറഞ്ഞ വിഷയം, എത്ര നിങ്ങളുടെ ദൈവങ്ങളുടെ എസൻസിൽ ഏറ്റക്കുറവുണ്ടോ? എങ്ങനെയാ? തമ്മിൽ സ്നേഹമാണോ അതോ വല്ല വഴക്കുണ്ടോ? അല്ല, നിങ്ങൾ തമ്മിൽ എങ്ങനെ, അതിൻ്റെ സീറ്റിംഗ് എങ്ങനെയാ? ഇതൊന്നും നമ്മൾ ചോദിച്ചിട്ടില്ല. ഒറ്റ ചോദ്യമേ നമ്മൾ ചോദിക്കുന്നുള്ളൂ. നിങ്ങൾ മോശയും യേശുവും മുൻകാല പ്രവാചകന്മാരും പഠിപ്പിച്ച ഏക ദൈവ വിശ്വാസത്തിൽ നിന്നും നിങ്ങളുടെ പണ്ഡിതന്മാർ നിങ്ങളെ വഴിതെറ്റിച്ചിരിക്കുന്നു. പക്ഷേ ക്രൈസ്തവ സുഹൃത്തുക്കൾക്ക് 3 ദൈവം ഒന്നും പഠിപ്പിക്കാതെ 3 കൂടിയ ഏകം എന്ന ഒരു പദം അതിനകത്തോട്ട് അറ്റാച്ച് ചെയ്ത് കൊടുത്തപ്പോൾ ക്രൈസ്തവ സമൂഹം ചിന്തിക്കാത്തത് കൊണ്ടോ അവർക്കല്ലെങ്കിൽ അതിനുള്ള അധികാരം വകവെച്ചു കൊടുത്തത് കൊണ്ടോ ഏതായാലും ശരി, അവരെ സംബന്ധിച്ചോളം ബഹുദൈവ വിശ്വാസത്തിലേക്ക് അവർ മാറ്റപ്പെട്ടു എന്നുള്ളതാണ് സത്യം. ഇവിടെ പരിശുദ്ധ ഖുർആൻ പറയുന്ന ഒരു കാര്യം, ലഖദ് കഫറല്ലദീന ഖാലു ഇന്നല്ലാഹ സാലിസു സലാസ. ഒരിക്കലും നിങ്ങൾ എന്ത് ചെയ്യരുത്, അള്ളാഹു 3-ൽ ഒരുവനാണ്, അള്ളാഹിനെ നിങ്ങൾ സൈഡാക്കിക്കൊണ്ട് നിങ്ങൾ പറയുകയും ചെയ്യരുത്. ദൈവത്തിനെ നിങ്ങൾ സൈഡാക്കിക്കൊണ്ട് മാറ്റി നിർത്തരുത്. ദൈവത്തിന് സമന്മാരായി സാരാംശത്തിൽ ദൈവത്തിൻ്റെ ഗുണത്തോടുകൂടി വേറെ 2 പേരെയും കൂടെ നിങ്ങൾ സൃഷ്ടിക്കരുത്. അങ്ങനെ സൃഷ്ടിച്ചാൽ അത് നിങ്ങൾക്ക് ദോഷകരമായി ബാധിക്കും. പരിശുദ്ധ ഖുർആൻ പറഞ്ഞ ഈ സന്ദേശവും അതേപോലെ മുൻകാല പ്രവാചകന്മാരും ബഹുമാനപ്പെട്ട ഈസാ അലൈഹിസ്സലാത്തു വസ്സലാമും പഠിപ്പിച്ച കാര്യം നിങ്ങളുടെ മുമ്പിൽ അറിയിക്കുക എന്നുള്ളത് പരിശുദ്ധ ഖുർആൻ ഓരോ വിശ്വാസിയോടും കൽപ്പിച്ചിട്ടുള്ള കാര്യമാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് നിങ്ങളോട് സംസാരിച്ചത്. ക്രൈസ്തവ സുഹൃത്തുക്കൾ ഇതിനെ ഒരു നല്ല രീതിയിൽ തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. കാരണം ഇവിടെ നിങ്ങൾ ആ ഒരു പ്രശ്നത്തിൽ നിങ്ങളൊരു കള്ളം പറഞ്ഞു എന്ന് ഇവിടെ ആരും പറയുന്നില്ല. നേരെ മറിച്ച് ക്രൈസ്തവ പണ്ഡിതന്മാർ, ക്രൈസ്തവ പുരോഹിതന്മാർ നിങ്ങൾക്ക് പഠിപ്പിച്ചു തന്നത് ഈ അർത്ഥത്തിലല്ല. അതുകൊണ്ട് അത് നിങ്ങൾ തിരുത്തുകയും സത്യത്തെ സത്യമായി ഉൾക്കൊണ്ടുകൊണ്ട് സത്യത്തിൻ്റെ പാതയിലേക്ക് വരണമെന്നും അഭ്യർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾക്ക് വിരാമം കുറിക്കുന്നു. വാഹൃദാവാന അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹി വസ്ഹാബിഹി വസല്ലമ അമ്മാ ബഅദ്. സഹോദരങ്ങളെ, യേശു ക്രിസ്തു ആര് എന്ന തലക്കെട്ടോടെ ഉള്ള ഈ പ്രോഗ്രാമിലെ വിഷയാവതരണം ഇവിടെ നടന്നു കഴിഞ്ഞു. ഇസ്ലാം അല്ലെങ്കിൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തു അല്ലെങ്കിൽ ഈസാ നബി അലൈഹിസ്സലാം ആരാണ്? ബൈബിൾ അതിൻ്റെ പ്രമാണങ്ങളിൽ നിന്നുകൊണ്ട് പരിചയപ്പെടുത്തുന്ന യേശു ക്രിസ്തു ആരാണ്? അല്ലെങ്കിൽ ദൈവവിശ്വാസം എന്താണ്? എന്നാൽ ബൈബിളിൻ്റെ പുറത്ത്, അതിൻ്റെ പ്രമാണങ്ങൾക്കും പുറത്ത് ക്രൈസ്തവ വിശ്വാസമെന്ന നിലയിൽ
പഠിപ്പിക്കപ്പെടുന്ന വൈരുദ്ധ്യം നിറഞ്ഞ വിശ്വാസം എന്താണ്? ഈ കാര്യങ്ങൾ ഇവിടെ വിശദീകരിക്കപ്പെട്ട് കഴിഞ്ഞു. ഇനി നമുക്ക് സംശയ നിവാരണത്തിനുള്ള സമയമാണ്. ഇതുമായി ബന്ധപ്പെട്ട ചില നിർദ്ദേശങ്ങൾ ആണ് നൽകുന്നത്. അവ നിങ്ങൾ ശ്രദ്ധാപൂർവം കേൾക്കണം. ഒന്നാമതായി, നാം ചോദിക്കുന്ന ചോദ്യങ്ങൾ ഇവിടെ അവതരിപ്പിക്കപ്പെട്ട വിഷയവുമായി ബന്ധപ്പെട്ടതായിരിക്കണം. കാരണം ആ ഒരു പരിമിതമായ വിഷയത്തിലെ സംശയങ്ങൾ തീർക്കുവാൻ മാത്രമേ നമുക്ക് സമയമുണ്ടാകൂ. അതുകൊണ്ട് പ്രസക്തമായ ചോദ്യങ്ങളായിരിക്കണം ചോദിക്കുന്നത്. രണ്ടാമതായി, ഈ ചോദ്യങ്ങൾ കഴിയാവുന്നത്ര സംക്ഷിപ്തമായി ചോദിക്കാൻ ശ്രദ്ധിക്കണം. ഒരു ചോദ്യകർത്താവിന് പരമാവധി നൽകാവുന്ന സമയം 3 മിനിറ്റാണ്. അതുകൊണ്ട് തന്നെ ചോദ്യം കൃത്യമായി പ്രിപ്പയർ ചെയ്ത് സംക്ഷിപ്തമായി ചുരുക്കി ചോദിക്കുവാൻ ശ്രദ്ധിക്കണം. ആവശ്യമാണെന്ന് തോന്നുകയാണെങ്കിൽ ഒരു ഉപചോദ്യത്തിനുള്ള അവസരം കൂടി നൽകുന്നതായിരിക്കും. ഇവിടെ 4 പേർ ഉൾക്കൊള്ളുന്ന ഒരു പാനൽ ഉണ്ട്. ഈസ പെരുമ്പാവൂർ, ഷമീർ മദനി, ഹംസ മദീനി, അബ്ദുൽ മാലിക് സലഫി. ഈ പാനലായിരിക്കും ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നത്. അത് ചോദ്യത്തിൻ്റെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് ആ ഉത്തരങ്ങൾ അവരിൽ ആരെങ്കിലുമായിരിക്കും നൽകുന്നത്. ഇവിടെ നമ്മുടെ ഈ ഹാളിൻ്റെ മധ്യത്തിലായിക്കൊണ്ട് ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവർക്ക് വേണ്ടിയുള്ള സീറ്റുകൾ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ചോദ്യം ചോദിക്കാൻ ഉദ്ദേശിക്കുന്നവർ ആ സീറ്റുകളിലേക്ക് കയറിയിരിക്കണം. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രോഗ്രാമിലൂടെ സത്യം മനസ്സിലാക്കുവാനും അതിൻ്റെ ഗുണഭോക്താക്കളാകേണ്ടതുമായ നമ്മുടെ ക്രൈസ്തവ സഹോദരന്മാർ, അവർക്കാണ് ഇക്കാര്യത്തിൽ മുൻഗണന നൽകുന്നത്. അവരുടെ ചോദ്യങ്ങൾ കഴിഞ്ഞതിന് ശേഷം മാത്രമേ മറ്റുള്ളവർക്ക് ചോദ്യങ്ങൾ ചോദിക്കുവാനുള്ള അവസരം നൽകാൻ കഴിയൂ. കാരണം അവർക്ക് മുഖ്യമായ അവസരങ്ങൾ നൽകാം എന്നും നമ്മുടെ ഒരു വാഗ്ദാനമാണ്. അവിടെ നമ്മുടെ വോളണ്ടിയർ, അദ്ദേഹം കൃത്യമായ മൈക്കുമായിട്ടുണ്ടാകണം. അദ്ദേഹമാണ് മൈക്ക് കൈകാര്യം ചെയ്യേണ്ടത്. അദ്ദേഹം ആ ചോദ്യത്തിനുള്ള അവസരം കഴിഞ്ഞാൽ മൈക്ക് പിൻവലിക്കുകയും ഉത്തരം പറയുവാനുള്ള സമയം അനുവദിക്കുകയും ചെയ്യണം. സ്ത്രീകൾക്ക് ആർക്കെങ്കിലും ചോദ്യങ്ങളുണ്ടെങ്കിൽ അവിടെയുള്ള വളണ്ടിയർമാരുടെ കയ്യിൽ ആ ചോദ്യങ്ങൾ എഴുതി കൊടുത്താൽ അവ പ്രസക്തമാണെങ്കിൽ, സമയം അനുവദിക്കുകയാണെങ്കിൽ ആ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകുന്നതായിരിക്കും. ഈ കാര്യങ്ങൾ വളരെ ശ്രദ്ധിക്കുക. ചോദ്യങ്ങൾ സംക്ഷിപ്തമായി വിഷയാധിഷ്ഠിതമായിട്ട് ചോദിക്കാൻ ശ്രമിക്കുക. നമ്മുടെ സമയത്തിൻ്റെ ഒരു പരിമിതിയിൽ നിന്നുകൊണ്ട് നമുക്ക് പരമാവധി ആളുകളുടെ സംശയം തീർക്കാൻ ശ്രമിക്കണം. അതിന് സഹകരിക്കുക. ഈ ഒരു പ്രോഗ്രാമിൻ്റെ ഗുണകാംക്ഷ നമ്മൾ മനസ്സിലാക്കുക. അത്തരത്തിൽ തന്നെ ആയിരിക്കണം. സ്നേഹത്തോടെ, സൗഹാർദ്ദത്തോടെ, സന്തോഷത്തോടെ, ഒരുപക്ഷെ നമുക്ക് വളരെയേറെ സത്യം മനസ്സിലാക്കാൻ കഴിഞ്ഞതിലുള്ള സംതൃപ്തിയോടെ നമുക്ക് പിരിഞ്ഞു പോകാൻ കഴിയണം. അത്തരത്തിൽ എല്ലാവരും തന്നെ ഈ ഒരു സെഷനെ കാണുകയും ആ രീതിയിൽ നമുക്കിതിന് മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയണം. ഒന്നാമതായി ചോദ്യം ചോദിക്കാനുള്ള അദ്ദേഹത്തിന് മൈക്ക് കാണിച്ചു കൊടുക്കുക. മഹാദൈവവും രക്ഷിതാവുമായ യേശുക്രിസ്തുവിന്റെ തിരുനാമത്തിൽ സ്നേഹവന്ദനം. ഇവിടെ സംശയ നിവാരണത്തിന് തുറന്ന അവസരം എന്ന് എഴുതി കണ്ടു. പോരാഞ്ഞിട്ട് നിങ്ങൾ ഈ പരസ്യം ചെയ്ത ഈ കൊച്ചു നോട്ടീസിൽ ഇങ്ങനെയും കൂടെ കൊടുത്തിട്ടുണ്ട്: തുറന്ന ചർച്ചയ്ക്ക് വേദിയൊരുക്കും. അങ്ങനെയെങ്കിൽ ക്രൈസ്തവ്യമായ സഹിഷ്ണുതയും ക്രൈസ്തവ്യമായ സ്നേഹവും ക്രൈസ്തവ്യമായ വിനയവും കാത്തുസൂക്ഷിച്ചുകൊണ്ട്, എന്ന് പറഞ്ഞാൽ ഒച്ചപ്പാടോ ബഹളമല്ല, തികഞ്ഞ സ്നേഹത്തിൽ തന്നെ ബ്രദർ മുഹമ്മദ് ഈസയോടാണ് ചോദിക്കാൻ താല്പര്യപ്പെടുന്നത്. ഇതുവരെ അദ്ദേഹം പറഞ്ഞതായ കാര്യങ്ങൾക്ക് പച്ചയായ ഖണ്ഡനവും വ്യക്തമായ മറുപടിയും ക്രൈസ്തവരായ ഞങ്ങളുടെ പക്കൽ ഉണ്ട്. അങ്ങനെയെങ്കിൽ ഇപ്പോൾ തന്നെ തുറന്നൊരു സംവാദത്തിന്
മുഹമ്മദ് ഈസ സന്നദ്ധനാകുമോ? അതാണ് അറിയേണ്ടത്. ഇനി അതിനില്ല എങ്കിൽ മറ്റൊരു ചോദ്യം ചോദിച്ചു പിരിയാൻ ഞാൻ ആഗ്രഹിക്കുന്നു. സുഹൃത്തിൻ്റെ പേരെന്ന് പറയോ? ചാക്കോ. ഫാസ്റ്റ് ആയിരിക്കും അല്ലേ? അതെ. ഇവിടെ ഞാൻ വിഷയം അവതരിപ്പിച്ചു. യേശുക്രിസ്തു ദൈവമാണോ, ദൈവപുത്രനാണോ? നിങ്ങൾ പറയുന്ന അർത്ഥത്തിൽ അല്ല. ഈ തൃത്വത്തിൽ ബഹുദൈവ വിശ്വാസമുണ്ട്, യേശുക്രിസ്തു അങ്ങനെ പഠിപ്പിച്ചിട്ടില്ല എന്ന് ഞാൻ ദീർഘമായി വിഷയം അവതരിപ്പിച്ചു. നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുന്ന ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് അതിൽ ബഹുദൈവ വിശ്വാസമുണ്ട് എന്ന് ഞാൻ സമർത്ഥിച്ചിട്ടുണ്ട്. ഇതിൽ താങ്കൾക്ക് വിയോജിപ്പുണ്ടോ എന്നുള്ളതാണ് എനിക്ക് ആദ്യം അറിയേണ്ടത്. ദൈവം ത്രിയേകത്വത്തിൽ ഒന്നാണോ മൂന്നാണോ? എൻ്റെ ചോദ്യം അങ്ങനെയല്ല. ഞങ്ങൾക്കിപ്പോൾ താങ്കൾ പറഞ്ഞതിന് കൃത്യമായ ഖണ്ഡനം സ്നേഹത്തിൻ്റെ ഭാഷയിലാണ്. എൻ്റെ വാക്കുകൾ കടുക്കുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക. തികച്ച സ്നേഹത്തിലാണ് ഞാൻ പറയുന്നത്. പച്ചയായ ഖണ്ഡനവും വ്യക്തമായ ശക്തമായ മറുപടിയുമുണ്ട്. അപ്പോൾ തന്നെ നിങ്ങളുടെ പുസ്തകങ്ങൾ കൂടെ ഉപയോഗിച്ചുകൊണ്ട്, കാരണം തുറന്ന ചർച്ച എന്നാണ് പറഞ്ഞിരിക്കുന്നത്, അങ്ങനെയാണെങ്കിൽ പ്രത്യേകിച്ച് പരിമിതി കൽപ്പിക്കേണ്ട ആവശ്യമില്ല. ആദ്യം തന്നെ ഞാൻ ചോദിക്കാമെന്ന് ഉദ്ദേശിച്ചതിൻ്റെ പിന്നിലെ കാരണവും സമയമില്ലെന്നുള്ള പ്രശ്നം ഒഴിവാക്കാൻ വേണ്ടിയാണ്. ഇല്ലെങ്കിൽ ഒടുവിൽ ചോദിക്കാമായിരുന്നു. അതുകൊണ്ട് ഇപ്പോൾ വ്യക്തിപരമായ ചോദ്യം, ആരുമായിട്ടാണ് ഇപ്പോൾ സംവാദം നടത്തേണ്ടതെന്നും ഇപ്പോൾ തന്നെ തീരുമാനിച്ച് പറയുന്നതുമാണ്. ഞാനായിരിക്കില്ല സംവാദിക്കുന്നത്, മറ്റൊരാളായിരിക്കും സംവാദം നടത്തുന്നത്. താങ്കൾ അതിന് റെഡിയാണോ എന്ന് മാത്രമാണ് ഇപ്പോൾ അറിയേണ്ടത്. എൻ്റെ വാദത്തിന് എതിർവാദമുണ്ടെങ്കിലാണല്ലോ സംവാദം വേണ്ടത്. താങ്കളുടെ വാദപ്രകാരം ദൈവം ഒന്നാണോ മൂന്നാണോ? മൂന്നാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഡിബേറ്റ് ഇല്ല. ഒന്നാണെന്ന് നിങ്ങൾ പറഞ്ഞാൽ ഈ സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കും ഈ തുടങ്ങിയ ആളുകളും ഇവിടെ കാണിച്ച കാര്യം തെറ്റാണെന്നോ, അല്ല എങ്കിൽ ഞാൻ കാണിച്ച പ്രമാണത്തിൽ ഇല്ല എന്നോ താങ്കൾ പറയണം. എങ്കിൽ എതിർവാദമുണ്ടെങ്കിൽ ഡിബേറ്റ് അനിവാര്യമാണ്, നമ്മൾ തയ്യാറാണ്. എതിർവാദമുണ്ടോ? താങ്കൾക്ക് ദൈവം മൂന്നാണോ ഒന്നാണോ? കൊടുക്കൂ, ധൈര്യമായിട്ട് കൊടുത്തു. എൻ്റെ എതിർവാദമല്ല ചോദിക്കുന്നത്. ഇപ്പോൾ താങ്കൾ ഒരു സംവാദത്തിന് തയ്യാറാണോ? സംവാദത്തിന് തയ്യാറല്ലെങ്കിൽ അല്ലെന്ന് പറയുക. ഞാൻ എങ്ങനെയാണെങ്കിൽ ഒരു ചോദ്യം ചോദിക്കാനേ താല്പര്യപ്പെടുന്നുള്ളൂ. സുഹൃത്തെ, ഞാൻ പറയുന്നത് ഇല്ല, അതിൽ കൂടുതൽ ആവശ്യമില്ല. ഞങ്ങൾ സംവാദത്തിന് റെഡിയാണ്. സുഹൃത്തെ, എതിർവാദം ഉണ്ടോ? ഉണ്ടെങ്കിൽ സംവാദത്തിന്റെ രണ്ടാമത്തെ ചർച്ചയാണ് ഞാൻ ചോദിക്കുന്നത്. ഞാൻ ഇവിടെ സമർത്ഥിച്ചു, നിങ്ങളുടെ പുസ്തക പ്രകാരം പിതാവല്ല പുത്രൻ, നിങ്ങളുടെ ദൈവം ഇൻ പേഴ്സൺ മൂന്നാണ്, ഒന്നല്ല എന്ന് ഞാൻ ഈ പറഞ്ഞ കാര്യം നിങ്ങൾ അംഗീകരിക്കുന്നുണ്ടോ? ഇപ്പോൾ എതിർവാദം ഉണ്ടെന്നല്ലേ ഞാൻ പറഞ്ഞതിന്റെ അർത്ഥം. അപ്പോൾ എതിർവാദം ഉള്ളത് കൊണ്ടാണ് ദൈവം ഒന്നേ ഉള്ളൂ. ഞാൻ പറയാം, അത് സ്റ്റേജിൽ പറയാം. ദൈവം ഒന്നേ ഉള്ളൂ. വേണ്ട, ഇത് സ്റ്റേജിൽ പറയാൻ സുഹൃത്തെ. പരസ്യമായി സംവദിക്കാൻ തയ്യാറാണെങ്കിൽ താങ്കൾ സമ്മതിക്കൂ. ഇപ്പോൾ തന്നെ ഞങ്ങൾ അതിന് തയ്യാറാണ്. ഇങ്ങനെ ഒറ്റ ചോദ്യം ചോദിച്ച് ഉത്തരം പറയാനല്ല. എന്താ സുഹൃത്തെ പാട്? ദൈവം ഒന്നേ ഉള്ളൂ എന്ന് ചോദിച്ചാൽ ഒന്നൊന്നോ ഇല്ല എന്ന് പറഞ്ഞുകൂടെ? ഈ നോട്ടീസും ഇതിൻ്റെ തുടക്കത്തിലുള്ള വിശദീകരണവും എല്ലാം കേട്ടിട്ടായിരിക്കും സഹോദരൻ ഇവിടെ ഇരിക്കുന്നതെന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. നമ്മളെ സംബന്ധിച്ചോളം ഇത്തരമൊരു പ്രോഗ്രാം സംഘടിപ്പിക്കുന്നതിൻ്റെ ഉദ്ദേശ ലക്ഷ്യങ്ങൾ വളരെ വ്യക്തമായിട്ട് വിശദീകരിച്ചിട്ടുണ്ട്. എന്തിനു വേണ്ടിയാണ് ഒരു ചോദ്യോത്തര സെഷൻ വെക്കുന്നത് എന്നും വ്യക്തമാണ്. ഒരു വിഷയം അവതരിപ്പിക്കുകയും ആ വിഷയവുമായി ബന്ധപ്പെട്ട സംശയങ്ങളുണ്ടെങ്കിൽ ആ സംശയങ്ങൾ ചോദിക്കുകയും ആ സംശയങ്ങൾക്കുള്ള ഉത്തരം നൽകാനുള്ള ഒരവസരമാണിത്. ആ ഒരു കാര്യത്തിൽ തീർച്ചയായും നമ്മൾ സന്നദ്ധരായിട്ട് ഇവിടെ ഇരിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ വിഷയത്തിലുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ചോദിക്കേണ്ടത്. ഡിബേറ്റ് അത്തരത്തിലുള്ളൊരു താല്പര്യമുണ്ടെങ്കിൽ നിച്ച് ഓഫ് ട്രൂത്ത് എന്ന് പറയുന്ന ഒരു അഡ്രസ്സ് ഇല്ലാത്ത സംഘടനയല്ല. അതിൻ്റെ പ്രവർത്തകർ ഇവിടെ ഉണ്ട്. അവരിവിടെ നേരത്തെ ഉള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവരുമായി ബന്ധപ്പെടാനും അതിൻ്റെ കരാറ് അടിസ്ഥാനത്തിൽ തന്നെ അതിലെ വ്യവസ്ഥകൾക്ക് അനുസൃതമായിക്കൊണ്ട് അതിൻ്റെ നടപടിക്രമങ്ങൾ നീക്കുകയും ചെയ്യാം. അതിനുവേണ്ടി ഈ സമയം ചിലവഴിക്കാൻ തയ്യാറല്ല, നഷ്ടപ്പെടുത്താൻ തയ്യാറല്ല. ഇതിൽ ആത്മാർത്ഥമായ സംശയമുള്ളവർക്ക് ആ സംശയങ്ങൾ ദൂരീകരിക്കാനുള്ള അവസരമാണ്. അത്തരത്തിൽ വല്ല ചോദ്യങ്ങളുമുണ്ടെങ്കിൽ ആ ചോദ്യങ്ങൾ ചോദിക്കാൻ ശ്രമിക്കുക. സാധാരണ ഇസ്ലാമിൻ്റെ ആരോപണങ്ങൾക്ക് മറുപടി പറയുന്ന മീറ്റിങ്ങുകളിൽ ചോദ്യോത്തര വേളയിൽ അവിടെ പ്രസ്താവിച്ച വിഷയവുമായിട്ടല്ലാതെ വായി തോന്നുന്ന ചോദ്യങ്ങളെല്ലാം ചോദിക്കുകയും ഒടുവിൽ ഉത്തരം വ്യക്തമായി കൊടുത്തു കഴിയുമ്പോൾ നമ്മുടെ മലയാള ഭാഷയിൽ ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുക എന്നതുപോലെ ഒച്ചയും ബഹളവും ഉണ്ടാക്കി പിരിയുന്ന ഒരു സംസ്കാരം ഞങ്ങൾക്കില്ല. അതുകൊണ്ട് ഞാൻ ഒരു ചോദ്യം ചോദിക്കുന്നു. അതിന് മുഹമ്മദ് ഈസ തന്നെ ഉത്തരം പറയണമെന്നില്ല. വേറെ ഒരു ഇസ്ലാമിനെ സംബന്ധിച്ച് ഒരു സംശയമാണ് ചോദിക്കുന്നത്, ഒരു എളിയ സംശയം. അതിൻ്റെ സൈറ്റിൻ്റെ പേരൊക്കെ പറയാവുന്നതാണ്. ഇമാം
അബു ലൈദ് ലുക്മാൻ അഹമ്മദ് തൻ്റെ സൈറ്റിൽ ഇട്ടിരിക്കുന്ന ഒരു പരിദേവനമാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത്. ഇസ്ലാമിലേക്ക് മതപരിവർത്തനം ചെയ്യുന്ന ഓരോ 10 പേരിലും 7 പേർ, 10ൽ 7, 10 പേരിൽ 7 പേർ 5 വർഷം പോലും പൂർത്തീകരിക്കാതെ ഇസ്ലാം വിട്ടുപോകുന്നു. അതിന് അദ്ദേഹം ഒരു ചിത്രം കൊടുത്തിട്ടുണ്ട്. അകത്തേക്ക് ഒരാൾ പ്രവേശിക്കുന്നു, പുറത്തേക്ക് ഒരാൾ പോകുന്നതായിട്ട് ഒരു ചിത്രവും കൂടെ കൊടുത്തിട്ടുണ്ട്. ഇസ്ലാം മതം, അതായത് 7 പേർ ഇസ്ലാം മതം ഉപേക്ഷിക്കുന്നു. ഇതിനെ എങ്ങനെ തരണം ചെയ്യാം എന്നാണ് അദ്ദേഹം പരിതപിക്കുന്നത്. എൻ്റെ ചോദ്യം, 5 വർഷം പോലും തികയാതെ 10ൽ 7 പേര് ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നുണ്ടെങ്കിൽ അപ്പോൾ തന്നെ 5 വർഷത്തിന് ശേഷം എത്ര പേര് പോകുന്നുണ്ടാകും? അതെ, അങ്ങനെയെങ്കിൽ എൻ്റെ ചോദ്യം, ഇതും കൂടാതെ ഇസ്ലാം ഉപേക്ഷിച്ച് നിരീശ്വരവാദികളാകുന്നവരും ക്രിസ്തുമാർഗത്തിൽ ചേരുന്നവരും അനവധിയുണ്ട്. ഇങ്ങനെയുള്ളപ്പോൾ സംശയം ഇതാണ്, എന്തുകൊണ്ടാണ് അനേകർ ഇസ്ലാം ഉപേക്ഷിക്കേണ്ടി വരുന്നതും? ഈ 10ൽ 7 പേർ 5 വർഷത്തിനകം, 5 വർഷത്തിന് ശേഷം പിന്നെയും പോകാം. അപ്പോൾ ഈ 10ൽ 7 പേർ ഈ 5 വർഷത്തിനകം ഇസ്ലാം ഉപേക്ഷിക്കുകയും ചെയ്യുന്നത് എന്തുകൊണ്ടാണ്? ഇതിൻ്റെ അകത്ത് വന്നു കഴിഞ്ഞപ്പോൾ ഇസ്ലാമിലെ ശൂന്യതയും അർത്ഥമില്ലായ്മയും മനസ്സിലാക്കിയത് കൊണ്ടല്ലേ? ഈ ചോദ്യത്തിന് ആർക്ക് വേണമെങ്കിലും ഉത്തരം പറയാം. വളരെ രസകരമായ ഒരു ചോദ്യമാണ്. ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തെക്കുറിച്ച് ചോദ്യം ചെയ്ത് ഒരു 2.5-3 മണിക്കൂറോളം ഞങ്ങളിവിടെ വിഷയം അവതരിപ്പിച്ചതിന് ശേഷം ചോദ്യത്തിലേക്ക് ആരുടെ ഒരു പേപ്പർ എടുത്തിട്ട് ഇസ്ലാമിലേക്ക് വന്നവരെല്ലാം തിരിച്ചു പോകുന്നില്ലേ എന്നാണ് സുഹൃത്ത് ചോദിക്കുന്നത്. സൈറ്റ് താങ്കൾ തന്നെ എഴുതിയോ അല്ല ആരും എഴുതിക്കോട്ടെ, എങ്ങനെ ആയിക്കോട്ടെ. 2001 ഡിസംബർ 24 ഇസ്ലാം സ്വീകരിച്ച വ്യക്തിയാണ് ഞാൻ. 2001 ഡിസംബർ 24, അതായത് ക്രിസ്തുമസിൻ്റെ തലേ ദിവസം. ഇസ്ലാം സ്വീകരിക്കുന്നതിന് മുമ്പ് ഞാൻ പത്തനംതിട്ട ടൗൺ ചർച്ചിൽ, ചർച്ച് ഓഫ് ഗോഡിൻ്റെ ചർച്ചിൽ 2.5 മാസം മുമ്പ് ത്രിയേകത്വത്തെക്കുറിച്ച് ചോദിക്കുകയും റബ്ബറും കാര്യങ്ങളൊക്കെ പറഞ്ഞതൊക്കെ ഇപ്പോൾ ഇൻ്റർവ്യൂ ഒക്കെ ഞാൻ ഇട്ടിട്ടുണ്ട്. അതിനുശേഷം അന്നു മുതൽ ഇന്നു വരെ ഇസ്ലാമിനെ വിമർശിക്കുന്ന ക്രൈസ്തവ പരിപാടി എൻ്റെ പരിസരത്തുണ്ടെങ്കിലോ ഇസ്ലാമിനെതിരെ ഒരു ആരോപണം ബൈബിൾ സംബന്ധമായി വരുമ്പോൾ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിലും പ്രതികരിക്കുന്നതിലോ ഞാൻ ഒരു തരത്തിലും മടി കാണിച്ചിട്ടില്ല. വളരെ വ്യക്തമായി നിങ്ങൾക്ക് പുസ്തകങ്ങൾ എഴുതുകയും നിങ്ങളുടെ പ്രമാണങ്ങൾക്ക് എതിരായിട്ട് സംസാരിക്കുകയും എഴുതുകയും ചെയ്യുന്ന ഒരാളാണ്. നിങ്ങൾക്ക് എന്നെ അറിയുമായിരിക്കും. അതോടൊപ്പം തന്നെ ഇപ്പോഴും നിങ്ങളുടെ മുമ്പിൽ വന്നുകൊണ്ട് എന്തുകൊണ്ട് നിങ്ങൾ മാറണം എന്നതിൻ്റെ അടിസ്ഥാനം മോശ കൽപ്പിച്ച മോശയുടെ 1-ാം കൽപ്പനയിലെയും യേശു പറഞ്ഞ മുഖ്യ കൽപ്പനയെ അട്ടിമറിക്കുന്ന വിഷയം നിങ്ങളുടെ പണ്ഡിതന്മാർ ഇവിടെ പറയുന്നത് എടുത്ത് ഞാൻ ഇവിടെ കാണിച്ചിട്ട് അതിനു വേണ്ടി ഒരക്ഷരം മിണ്ടാൻ നിങ്ങൾക്ക് കഴിയാതെ നിങ്ങൾ പിന്നെയും അതിനു വേണ്ടി എന്തൊക്കെയോ പറഞ്ഞു നിന്നാൽ അണികളാരും കൂടെ നിൽക്കുകയില്ല. ഏകദൈവ വിശ്വാസത്തെക്കുറിച്ച് താല്പര്യമുള്ള ക്രൈസ്തവ സുഹൃത്തുക്കൾ, ഞാൻ പറയുന്നത് കേട്ടല്ലോ, ജെറിയെ പോലുള്ള ആളുകൾ പറയുന്നു ബഹുദൈവങ്ങൾ ഞങ്ങൾക്കുണ്ട്, ഞങ്ങൾ അഭിമാനിക്കുന്നു. അങ്ങനെ ധാരാളം വിശ്വാസികളുണ്ട് ഇവിടെ. ബഹുദൈവ വിശ്വാസമാണെന്ന് അവരുടെ ആചാര്യന്മാർ പഠിപ്പിച്ചു കൊടുക്കുകയും അണികൾ സന്തോഷത്തോടെ സ്വീകരിക്കുകയും ചെയ്യുന്ന വലിയ ഒരു സമൂഹം ഇവിടെ ഉണ്ട്. എന്നതുപോലെ ജെറിയും കൂട്ടരും പറയുകയും നിങ്ങളുടെ പണ്ഡിതന്മാർ പറയുകയും കേട്ടുകൊണ്ട് തന്നെ ബഹുദൈവ വിശ്വാസത്തിൽ അഭിമാനത്തോടുകൂടി മുന്നോട്ട് പോകേണ്ട ക്രൈസ്തവർക്ക് ഇത് ഒരു ഉത്ബോധനമേ ആകുകയില്ല. നിങ്ങളുടെ ചെവി അടഞ്ഞു പോയിരിക്കുന്നു, നിങ്ങളുടെ കണ്ണും അടഞ്ഞു പോയിരിക്കുന്നു, നിങ്ങൾക്കിതൊന്നും ഗ്രഹിക്കാൻ കഴിയാത്ത ഒരവസ്ഥയിലേക്ക് നിങ്ങൾ എത്തിപ്പെടും. നേരെ മറിച്ച് മോശയും യേശുവും മുൻകാല പ്രവാചകന്മാരും പഠിപ്പിച്ച ഏകദൈവ വിശ്വാസം എൻ്റെ കയ്യിൽ നിന്നും കൈവിട്ടു പോകരുത് എന്ന് കരുതുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം നമ്മളൊരു കരണ്ടയെ തൊടുന്നത് പോലെ നമുക്ക് പെട്ടെന്ന് ത്രിയേകത്വത്തിനകത്തുള്ള ബഹുദൈവങ്ങൾ പുറത്തോട്ട് ചാടുമ്പോൾ പെട്ടെന്ന് നമ്മൾ കൈവലിക്കുക. അത് സ്വന്തം വിശ്വാസത്തോട് കാണിക്കേണ്ട ഒരു ആത്മാർത്ഥതയും മോശയോടും യേശുവിനോടും മുൻകാല പ്രവാചകന്മാരോടും ആത്യന്തികമായി ദൈവത്തോടും കാണിക്കേണ്ട ഒരു ആത്മാർത്ഥതയാണ്. പക്ഷെ അതില്ലാതെ ഇത്രയും കാര്യമായി പറഞ്ഞിട്ടും എന്നെ ഖണ്ഡിക്കാമായിരുന്നല്ലോ. ഞാൻ നിങ്ങളോട് BTH പഠിച്ച ആളല്ല, MTH പഠിച്ച ആളല്ല. ഞാൻ സാധാരണ ബൈബിൾ വായിച്ച ഒരു വ്യക്തിയാണ്. പക്ഷേ എനിക്ക് നിങ്ങളുടെ BTHകാരെയും അറിയാം, MTHകാരെയും അറിയാം. നിങ്ങളുടെ പുസ്തകങ്ങൾ ഞാൻ നിരന്തരം വായിച്ചു കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളെക്കുറിച്ച് ചോദിക്കുമ്പോൾ തിരിച്ച് ഐഷ ബീവിയുടെ സംഭവവും ഖദീജ ബീവിയുടെ സംഭവവും അതും ഇതുമൊക്കെ പറഞ്ഞുകൊണ്ട് കാലം കഴിക്കാനിരുന്നാൽ അതൊന്നും പ്രായോഗികമല്ല. അതിനകത്തൊന്നും നല്ലവരായ ചിന്തിക്കുന്ന ആളുകളെ കിട്ടില്ല. അവർ സത്യത്തിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. നിങ്ങളുടെ ഈ ബഹുദൈവ വിശ്വാസം പ്രചരിപ്പിക്കുന്ന ഈ വിഷയത്തിന് എന്നും പരിശുദ്ധ ഖുർആനിൻ്റെ അഹ്ലുകാർ ഒരു തടസ്സമായിരിക്കും. വ്യക്തമായിട്ട് ഞങ്ങൾ ഇതിൻ്റെ പ്രബോധന മേഖലയിലാണുള്ളത്.
ആളുകൾക്ക് മുഴുവൻ സന്ദേശം ഞങ്ങൾ എത്തിക്കും. അപ്പം അതുകൊണ്ട് ഈ നെറ്റിലെ കണക്കും സൈറ്റിലെ കണക്കും വെല്ലോറേയും കാര്യങ്ങളും നോക്കി നടക്കാതെ സ്വന്തം ബൈബിൾ എടുത്ത് വെച്ചിട്ട് വിശ്വാസത്തെക്കുറിച്ചൊന്ന് പഠിക്കുകയും ആ വിശ്വാസത്തെ ഉൾക്കൊള്ളുകയും മോശ യേശുവിനോടും പ്രവാചകന്മാരോടും ദൈവത്തോടും ആത്മാർത്ഥത കാണിക്കണമെന്ന് വിനീതമായ ഭാഷയിൽ ഉണർത്തുകയാണ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ഇതുമായി ബന്ധപ്പെട്ട് ഒരു കാര്യം കൂടെ പറഞ്ഞോട്ടെ. തുറന്ന സംശയ നിവാരണത്തിന് അവസരമെന്ന് പറഞ്ഞിട്ട് ഇസ്ലാമിനെ സംബന്ധിച്ച സംശയം തന്നെയാണ് ചോദിച്ചത്. പുറത്തുനിന്ന് ഒരു ചോദ്യം, ഭഗവത്ഗീതയിലെ ഒരു ചോദ്യവും ഞാൻ ചോദിച്ചില്ല. അങ്ങനെയെങ്കിൽ സാധാരണ ദാവാ പ്രഭാഷകർ ചെയ്യുന്നത് പോലെ തന്നെ അരി എത്ര എന്ന ചോദ്യത്തിന് പയറഞ്ഞാഴി എന്ന ഉത്തരം മാത്രമേ ലഭിച്ചുള്ളൂ. 2 ചോദ്യം ചോദിച്ചിട്ട് 2നും ഉത്തരം നൽകില്ല. സഹോദരൻ ഈസ താൻ ഇന്നും ഇസ്ലാം മതത്തിൽ നിൽക്കുന്നു എന്നുള്ള സത്യമായി. എല്ലാവരും ഇസ്ലാം മതം ഉപേക്ഷിച്ചതെന്ന് ഞാൻ പറഞ്ഞില്ല. ഒരു പണ്ഡിതൻ പറഞ്ഞ കാര്യം ഞാനിവിടെ എടുത്തുദ്ധരിച്ചു. 10ൽ 7 പേർ 5 വർഷം പോലും ദഹിക്കാതെ പോകുന്നു. അങ്ങനെ പോകാത്തവർ എത്ര പേര് കാണും? പക്ഷേ എൻ്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. അതുപോലെ ഇദ്ദേഹം പിന്നെയും ചോദിച്ചു ഖണ്ഡനമുണ്ടോ? ഉണ്ട്, സംവാദത്തിന് ഞങ്ങൾ റെഡിയാണ്. സഹോദരൻ, ഇവിടെ ആ ലേഖനത്തിൽ നിന്ന് വായിച്ചത് അദ്ദേഹത്തിൻ്റെ ചോദ്യത്തിൽ വന്നത് എന്തുകൊണ്ട് ഇങ്ങനെ 5 വർഷം കഴിയുമ്പോൾ ആളുകൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോകുന്നു. അപ്പോൾ ആളുകൾ പുറത്തു പോകാൻ മാത്രം ഇസ്ലാമിൻ്റെ ഉള്ളിൽ എന്തോ ആളുകൾക്ക് ഉൾക്കൊള്ളാൻ കഴിയാത്ത എന്തോ ഒന്നുണ്ട് എന്ന് ദുസ്സൂചന സദസ്സിന് കൊടുക്കുകയാണ് അദ്ദേഹം ചെയ്തിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ഈ ഒരു പ്രവർത്തനം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ തുടങ്ങിയതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ദഅവത്തുമായി മുന്നോട്ട് പോയപ്പോൾ ആളുകൾ കൂട്ടം കൂട്ടമായി ഇസ്ലാമിലേക്ക് കയറുന്നത് കണ്ടപ്പോൾ അഹ്ലു കിതാബിൽപ്പെട്ട ചില ആളുകൾക്ക് സഹിക്കാൻ കഴിയുന്നില്ല. അഹ്ലു കിതാബ് എന്ന് പറഞ്ഞാൽ വേദക്കാർ, ജൂതന്മാരും ക്രിസ്ത്യാനികളും. അവർ ഒരു തീരുമാനമെടുക്കുകയാണ്. എന്താണ് തീരുമാനം? നിങ്ങൾ രാവിലെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ ചെന്ന് പറയണം, ഞങ്ങളെല്ലാം മുസ്ലിങ്ങളായിട്ടുണ്ട്. വൈകുന്നേരത്തിൽ നിങ്ങൾ ഇസ്ലാമിൽ നിന്ന് പുറത്തു പോരണം. അങ്ങനെ ഒരു 4-5 തവണ ഇതിങ്ങനെ ആവർത്തിക്കുമ്പോൾ സ്വാഭാവികമായും മുസ്ലിമീങ്ങൾക്കിടയിൽ സംശയമുണ്ടാകും. എന്താ കുറേ ആളുകൾ ഇതിൻ്റെ ഉള്ളിൽ കയറി, കുറച്ച് കഴിഞ്ഞിട്ട് എന്താ ഇതിൻ്റെ ഉള്ളിൽ പുറത്തു പോകുന്നത്? വിശുദ്ധ ഖുർആനിലെ സൂറത്ത് ആലി ഇമ്രാൻ, 3-ാമത്തെ അധ്യായമായ സൂറത്ത് ആലി ഇമ്രാനിൻ്റെ 71-ാമത്തെയും 72-ാമത്തെയും ആയത്ത്, ഇവിടെ ഏതോ ഒരു സൈറ്റ്, ആ സൈറ്റിലെ ലേഖനം ഇസ്ലാമിൻ്റെ ഉള്ളിൽ എന്തോ ഒന്ന് ഉണ്ട് എന്ന് വരുത്തി തീർക്കാൻ ശ്രമിച്ച സുഹൃത്തിനോട് വിശുദ്ധ ഖുർആനിൽ പ്രവാചകന്റെ കാലഘട്ടത്തിൽ തന്നെ ഈ ലേഖനം ഇയാൾ ചിലപ്പോൾ ഈ ആയത്ത് കണ്ടിട്ടുണ്ടാവില്ല. ആ ലേഖനം തെറ്റാണ് എന്നതിൻ്റെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വേദിയിൽ തന്നെ ഇരിക്കുന്ന ഈസയാണ്. മാത്രമല്ല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കൂടെ ജീവിച്ച സ്വഹാബത്തിൽപ്പെട്ട ഒരാളും പ്രവാചകൻ 23 വർഷം ദഅവത്ത് നടത്തി. ആദ്യം ഇസ്ലാം സ്വീകരിച്ചൊരു വ്യക്തിയാണ് അബൂബക്കർ റളിയല്ലാഹു അൻഹു. അദ്ദേഹം റസൂലുള്ളാഹി മരിക്കുന്നവരെ ഇസ്ലാം വിട്ടു പോയിട്ടില്ല. ഇനി ആയത്ത് കേട്ടോളൂ. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. യാ അഹ്ലൽ കിതാബ്, അല്ലയോ വേദക്കാരെ, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ എന്തിനാണ് സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത്? ഇവിടെ സത്യം വ്യക്തമായി 2 വിഷയാവതരണത്തിൽ പരാമർശിക്കപ്പെട്ടു. ആ വിഷയത്തെ ഗണ്ണിക്കുവാൻ ഇവിടെ ചോദ്യം ചോദിച്ച സഹോദരന് കഴിയുന്നില്ല. ദൈവം ഒന്നാണോ അതോ പലതാണോ എന്ന കാര്യത്തിൽ ഇപ്പോഴും ഒരു തീർപ്പ് കൽപ്പിക്കാൻ കഴിയുന്നില്ല. അല്ലാഹ് ചോദിക്കുകയാണ്, ലിമ തൽബിസൂനൽ ഹഖ്ഖ ബിൽ ബാത്തിൽ, നിങ്ങൾ സത്യവും അസത്യവും തമ്മിൽ കൂട്ടിക്കലർത്തുന്നത് എന്തിനാണ്? വതക്തുമൂനൽ ഹഖ്ഖ വഅൻതും തഅലമൂൻ, നിങ്ങൾ അറിഞ്ഞുകൊണ്ട് സത്യത്തെ നിങ്ങൾ മറച്ചു വെക്കുന്നത് എന്തിനാണ്? എന്നിട്ട് പറഞ്ഞ വാചകം കേട്ടോളൂ. വഖാല ത്വായിഫത്തും മിൻ അഹ്ലിൽ കിതാബ്, വേദക്കാരിൽപ്പെട്ട ചില ആളുകൾ പറഞ്ഞു, ആമിനു ബില്ലദി ഉൻസില അലൽ ലദീന, വിശ്വാസികളായ ആളുകൾക്ക് മേൽ അവതരിപ്പിക്കപ്പെട്ട കാര്യത്തിൽ നിങ്ങൾ വിശ്വസിക്കണം. അല്ലദീന ആമനു വജ്ഹൻ നഹാർ, പകലിന്റെ ആദ്യ ഭാഗം അഥവാ രാവിലെ നിങ്ങൾ വിശ്വസിക്കണം. വഖ്ഫുറു ആഖിറഹു, ആ പകൽ അവസാനിക്കുമ്പോൾ നിങ്ങൾ അതിൽ അവിശ്വസിക്കണം. എന്തിനാണിത്? എന്തിനാണ് ഈ നാടകം കളിക്കുന്നത്? ലഅല്ലഹും യർജിഊൻ,
ഈ വിശ്വാസികളായ പ്രവാചകൻ്റെ ഒപ്പം കൂടിയ സത്യവിശ്വാസികൾ ആരെങ്കിലുമൊക്കെ നിങ്ങളുടെ കൂടെ വൈകുന്നേരം മടങ്ങിപ്പോന്നാലോ? ഇതിനു വേണ്ടി ഒരു കുതന്ത്രം നിങ്ങൾ കളിക്കണമെന്ന് അഹ്ലു കിതാബിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലഘട്ടത്തിൽ തന്നെ ജീവിച്ച അഹ്ലു കിതാബുകാർ പയറ്റിയ കുതന്ത്രമാണ്. പക്ഷേ ആ കുതന്ത്രമൊന്നും സത്യം മനസ്സിലാക്കി ഇസ്ലാമിലേക്ക് വന്ന ഒരുത്തനെയും പിന്തിരിപ്പിക്കുകയില്ല. നേരെ മറിച്ച് വേറെ ഏതെങ്കിലും ഭൗതിക താല്പര്യങ്ങളോ അല്ലെങ്കിൽ മുസ്ലിമീങ്ങളെ വസ്വാസാക്കണമോ എന്ന ഉദ്ദേശത്തിൽ ഇസ്ലാമിൻ്റെ ഉള്ളിലേക്ക് ആരെങ്കിലും കയറിയിട്ടുണ്ടെങ്കിൽ അവർ കയറിയ വഴിയെ തന്നെ ഇറങ്ങിയിട്ടുണ്ടാകാം എന്നല്ലാതെ, ഇനി അങ്ങനെ കയറി ഇറങ്ങിയാലും അതും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല. ഇസ്ലാം ആളുകളെയല്ല കാണിക്കുന്നത്, ഇസ്ലാമിൻ്റെ പ്രമാണങ്ങളെയാണ്. ഖുർആനെയും സുന്നത്തിനെയും സംബന്ധിച്ച് നിങ്ങൾക്ക് അഭിപ്രായ വ്യത്യാസമുണ്ടോ? അതാണ് ഉദ്ധരിക്കേണ്ടത്. അതല്ലാതെ ആരെങ്കിലും ഇസ്ലാമിൽ നിന്ന് പുറത്തു പോയിട്ടുണ്ടെങ്കിൽ അവരും ഇസ്ലാമും തമ്മിൽ ബന്ധമില്ല, അവർക്ക് അവരുടെ പരലോകം നഷ്ടമായി എന്ന് മാത്രമാണ് ആ വിഷയത്തിൽ സൂചിപ്പിക്കാനുള്ളത്. എൻ്റെ പേര് അജീഷ് ആൻ്റണി എന്നാണ്. ഞാൻ ഒരു വൈദിക വിദ്യാർത്ഥിയാണ്. ഇതിനകത്ത് ആരാണ് യേശു ക്രിസ്തു എന്ന ഒരു ചോദ്യം പലർക്കും ചിലപ്പോൾ വളരെ പുതുമയായിട്ട് തോന്നിയിട്ടുണ്ടാവും. പക്ഷേ യഥാർത്ഥത്തിൽ അത് പുതുമയുള്ള ചോദ്യമല്ല. കാരണം ബൈബിളിൽ തന്നെ പറയുന്നുണ്ട്, യേശുവിനോട് ചോദിക്കുകയാണ്, യേശു തന്നെ ശിഷ്യന്മാരോട് ചോദിക്കുകയാണ്, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക. ഈ ചോദ്യം തന്നെ, ഞാൻ ആരാണെന്നാണ് ജനങ്ങൾ പറയുക എന്ന ചോദ്യം ബൈബിളിൽ തന്നെ കിടക്കുന്നുണ്ട്. അപ്പോൾ ജനങ്ങൾ പറയാണ്, ചിലർ ഏലിയ എന്ന് പറയുന്നു, ഏലിയ പ്രവാചകനാണെന്ന് പറയുന്നു. ചിലർ പറയുന്നു അല്ല, ജെറമിയ പ്രവാചകനാണ്. വേറെ ചിലർ പറയുന്നു പ്രവാചകന്മാരിൽ ഒരുവനാണ്. ഈ കാര്യം തന്നെ ഹെറോദേസ് വിചാരിച്ചത് യോഹന്നാൻ, സ്നാപയോഹന്നാൻ, യേശുവിന് മുമ്പുണ്ടായിരുന്ന പ്രവാചകൻ സ്നാപയോഹന്നാൻ വീണ്ടും ജനിച്ചതാണോ എന്നൊക്കെയായിരുന്നു. അപ്പോൾ പ്രവാചകനാണെന്നും ഏലിയാവാണെന്നുമുള്ള സംസാരം ജനങ്ങളുടെ ഇടയിലുണ്ടായി. അപ്പോൾ യേശു പത്രോസിനോട്, യേശുവിൻ്റെ തൊട്ടടുത്തുള്ള ഏറ്റവും വിശ്വസ്തനായ ശിഷ്യനായ പത്രോസിനോട് ചോദിച്ചു, ഞാൻ ആരെന്നാണ് നീ പറയുന്നത്? അപ്പോൾ പത്രോസിലേക്ക് കൊടുത്തൊരു മറുപടി ഉണ്ട്, നീ ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തുവാണ്, അല്ലെങ്കിൽ മിശിഹായാണ്. അപ്പോൾ യേശു പത്രോസിനോട് പറഞ്ഞു, പത്രോസേ, ഈ കാര്യം നിനക്ക് വെളിപ്പെടുത്തിയത് മാംസരക്തങ്ങളല്ല, സ്വർഗസ്ഥനായ എൻ്റെ പിതാവാണ്. അപ്പോൾ ഈ കാര്യം ബൈബിളിൽ കൃത്യമായിട്ടുണ്ട്. നിങ്ങൾക്ക് അത് ഞാനിപ്പോൾ പറയുമ്പോൾ ചിലപ്പോൾ വിശ്വാസം തോന്നണമെന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ബൈബിൾ പഠിക്കുമ്പോൾ ചോദ്യം ചോദിക്കാം. അപ്പോൾ ആരാണ് യേശു ക്രിസ്തു എന്നുള്ളതിന് ജീവിക്കുന്ന ദൈവത്തിൻ്റെ പുത്രനായ മിശിഹായാണെന്നുള്ള ആൻസർ ദേവപുത്രനാണെന്ന് ബൈബിളിൽ കൃത്യമായിട്ടുണ്ട്. ഇനി ദേവപുത്രൻ ദൈവം തന്നെയാണോ? ആ കാര്യം ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവത്തെ ആരും ഒരിക്കലും കണ്ടിട്ടില്ല. പിതാവുമായി ഗാഢബന്ധം പുലർത്തുന്ന ദൈവം തന്നെയായ ഏകജാതനാണ് അവിടുത്തെ വെളിപ്പെടുത്തിയത്. അപ്പോൾ ദൈവം തന്നെയായ ഏകജാതൻ, അപ്പോൾ ദേവപുത്രൻ ദൈവമാണെന്നും ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. പിന്നീട് മറ്റൊരു കാര്യം നോക്കേണ്ടത് ആരാധനയുടെ കാര്യത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുമ്പോഴാണ്. ഏകദൈവത്തെ മാത്രമേ. സഹോദരന്റെ സമയം അവസാനിക്കുകയാണ്. ചോദ്യം ചോദിക്കാനുണ്ടെങ്കിൽ ഉടനെ ചോദ്യം ചോദിക്കാം, അല്ലെങ്കിൽ മൈക്ക് അടുത്ത ആൾക്ക് കൈമാറണം. അതായത് പറഞ്ഞേക്കുന്നത് ദൈവം യേശു ദേവപുത്രനാണ്. യേശു അതേസമയം ത്രിയേക ദൈവം എന്നുള്ള സങ്കല്പം ബൈബിളിൽ കൃത്യമായിട്ടുണ്ട്. കാരണം യേശുവിനെ ആരാധിച്ചു എന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ദൈവം ആത്മാവാണെന്ന് ബൈബിളിൽ പറയുന്നുണ്ട്. ഞാനും പിതാവ് ഒന്നാണെന്നുള്ള ഭാവം മാത്രമല്ല, യേശുവിനെ ആരാധിച്ചു എന്ന് ബൈബിളിൽ കൃത്യമായിട്ട് പറയുന്നുണ്ട്. ആരാധന ദൈവത്തിന് മാത്രമേ കൊടുക്കാവൂ എന്നും ഏകദൈവത്തെ മാത്രമാണ് ആരാധിക്കുന്നതെന്നും ബൈബിളിൽ. വിഷയം വ്യക്തമായി. എന്തായാലും മറുപടി എന്ത് ചെയ്യാം ഉദ്ദേശിക്കാം? സഹോദരൻ്റെ പേരൊന്നുണ്ടെന്ന് പറയാമോ? രാജേഷ് ആൻ്റണി അല്ലേ? അജീഷ് ആൻ്റണി. സൗരൻ പല വിഷയങ്ങൾ പറഞ്ഞു. അതിൽ ഒന്ന് സൗരൻ പറഞ്ഞത് യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് അവിടെയുള്ള ജനങ്ങൾ ചിലർ ധരിച്ചു യെരമ്യാവാണെന്ന് വിചാരിച്ചു, ചില ആളുകൾ വിചാരിച്ചു സ്നാപകയോഹന്നാൻ തന്നെ ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്ന് വിചാരിച്ചു. അങ്ങനെ മുൻകാല പ്രവാചകന്മാരിൽപ്പെട്ടവരാരോ ഉയർത്തെഴുന്നേറ്റ് വന്നതാണെന്ന് വിചാരിച്ചു. യേശുക്രിസ്തു അപ്പോൾ പത്രോസിനോട് ചോദിച്ചു, നീ ആരെന്ന് പറയുന്നു? നീ സാക്ഷാൽ ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്നു. ഇവിടെ യേശുക്രിസ്തു, ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, യേശുക്രിസ്തുവിൻ്റെ അപ്പോസ്തലന്മാർ അല്ലെങ്കിൽ യേശുവിനെ വിശ്വസിച്ച മാർത്ത യേശുക്രിസ്തുവിനെ കുറിച്ചിട്ട് പറയുന്നു, നീ ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു എന്ന് പറയുന്ന മാർത്ത നിങ്ങൾ കൊടുക്കുന്ന അർത്ഥം അതിന് കൊടുക്കുന്നില്ല. അതാണ് ഞങ്ങൾ പറയുന്നത്. ആ മാർത്ത പറയുന്നത് എന്താ? നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ നിന്റെ പ്രാർത്ഥന ദൈവം എന്ത് ചെയ്യുമായിരുന്നു? കേൾക്കുമായിരുന്നു എന്ന് മാത്രമേ പറയുന്നുള്ളൂ. നേരെ മറിച്ചിട്ട് എന്ത് വിശ്വസിക്കുന്നില്ല? അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ച പുത്രൻ എന്നൊരു അർത്ഥം യേശുക്രിസ്തു അവരെ പഠിപ്പിച്ചിട്ടില്ല. നേരെ മറിച്ചിട്ട് യേശുക്രിസ്തുവും യഹൂദന്മാരുമായി നടക്കുന്ന സംഭാഷണത്തിൽ യേശുക്രിസ്തു എന്ത് അർത്ഥത്തിലാണ് പറയുന്നത് എന്ന് പറയുന്നുണ്ട്. യോഹന്നാന്റെ സുവിശേഷം 10-ാം അധ്യായത്തിൻ്റെ താഴ്ഭാഗത്തായിട്ട് യേശുക്രിസ്തു പറയുന്നുണ്ട്,
യേശുക്രിസ്തു ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുമ്പോൾ കല്ലെടുത്ത് യഹൂദന്മാരോട് യേശുക്രിസ്തു പറയുന്നുണ്ട്, മുമ്പ് വചനം ലഭിച്ച ആളുകളെ ദൈവം തന്നെ ദേവന്മാർ, ദൈവങ്ങളെന്നും അവർ അത്യുന്നതൻ്റെ മക്കളെന്ന് വിളിക്കപ്പെട്ടുകൊണ്ട് ബൈബിളിൽ ഉടനീളം നമുക്ക് കാണാം. എനിക്കും അറിയാവുന്നതുകൊണ്ട് ഞാൻ എടുത്ത് ഉദ്ധരിക്കുന്നില്ല. ഇഷ്ടംപോലെ സ്ഥലത്ത് എന്ത് ചെയ്യാം, ഇത് കാണാം. പക്ഷേ ഇവിടെയൊന്നും സ്വർഗീയ മർമ്മങ്ങൾ ഗ്രഹിക്കാൻ വരം ലഭിച്ച അപ്പോസ്തലന്മാരൊന്നും യേശുക്രിസ്തു ദൈവമാണെന്ന അർത്ഥത്തിൽ, ദൈവപുത്രൻ ഈ അർത്ഥത്തിൽ, നിങ്ങൾ കൊടുക്കുന്ന അർത്ഥത്തിൽ വെച്ചിട്ടില്ല. നേരെ മറിച്ച് യേശുക്രിസ്തു പല സ്ഥലത്തും ദൈവപുത്രൻ എന്ന് പറഞ്ഞിട്ടുണ്ട്. ശിഷ്യന്മാരെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്, സമാധാനമുണ്ടാക്കുന്നവർ ഭാഗ്യവാന്മാർ, അവർ ദൈവമക്കളാകും, വചനത്തിൽ വിശ്വസിക്കുന്നവർ അവർ ദൈവമക്കളാകും എന്ന് തുടങ്ങി യേശുക്രിസ്തു പറഞ്ഞല്ലോ, സ്വർഗസ്ഥനായ യേശുവിൻ്റെ പിതാവേ എന്നല്ല പ്രാർത്ഥിക്കാൻ പറഞ്ഞത്, സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, നിങ്ങളുടെ പിതാവിൻ്റെയും എൻ്റെ പിതാവിൻ്റെയും നിങ്ങളുടെ ദൈവത്തിൻ്റെയും എൻ്റെ ദൈവത്തിൻ്റെയും നിങ്ങളുടെ എല്ലാം പിതാവ് ഒരുവൻ മാത്രം എന്ന് തുടങ്ങി യേശുക്രിസ്തു പഠിപ്പിച്ചതിലുടനീളം യേശുക്രിസ്തുവിൻ്റെ മാത്രം പിതാവ് എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത്. നേരെ മറിച്ച് ക്രൈസ്തവ സമൂഹം വിശ്വസിക്കുന്നത് അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചു എന്നാണ്. പിന്നെ സഹോദരൻ രണ്ടാമത് പറഞ്ഞത് യേശുക്രിസ്തുവിനെ പല സ്ഥലത്തും ആരാധിച്ചു എന്നാണ്. അത് എവിടൊക്കെ ഭാഗങ്ങളിലാണെന്ന് സുഹൃത്ത് ഓർക്കുന്നുണ്ടോ? സുവിശേഷത്തിൽ പറഞ്ഞിട്ടുണ്ട്. സുവിശേഷത്തിൽ യേശുവിനെ ആരാധിച്ചു എന്ന് പറഞ്ഞ പദം എവിടെയാണ് താങ്കൾ കണ്ടത്? യേശുവിനെ ആരാധിച്ചു എന്ന് സുവിശേഷത്തിൽ കൃത്യമായിട്ടുണ്ട്. സുവിശേഷം ഉണ്ടെങ്കിൽ എടുത്തോളൂ. യോഹന്നാന്റെ സുവിശേഷം 9-ാം അധ്യായം. താങ്കൾ പറഞ്ഞ നേരത്തെ ഉദ്ധരിച്ച ചില വേദഭാഗങ്ങൾ ഉദ്ദേശിച്ചിരുന്നു. ഒരു അന്ധനായ ഒരു വ്യക്തിയെ യേശു ക്രിസ്തു സൗഖ്യമാക്കിയതിനെക്കുറിച്ചും അവിടെ നിന്ന് അതിനുശേഷം പുരോഹിതന്മാരോടും പരീശന്മാരോടും അവൻ അതിനെക്കുറിച്ച് അവിടെ വണങ്ങി എന്നാണോ നമസ്കരിച്ചു ആരാധിച്ചു എന്നാണ് ഇംഗ്ലീഷ് വെർഷനിൽ കാണുന്നത്. അവന് വർഷിപ്പ് ചെയ്തു എന്ന് തന്നെയാണ് കാണുന്നത്. അതെ, അവിടെ ഉപയോഗിച്ചിരിക്കുന്ന പദം സുഹൃത്തിനും അറിയുന്നത് പോലെ പ്രോസ്ക്നോയ് എന്ന് പറഞ്ഞ പദമാണ്. ആ പ്രോസ്ക്നോയ് എന്ന് പറയുന്ന ഗ്രീക്ക് പദത്തിന് ആരാധന എന്ന് മാത്രമാണോ അർത്ഥം എന്ന് സുഹൃത്ത് മനസ്സിലാക്കുന്നുണ്ടോ? മൈക്ക് കൊടുക്ക്. ആരാധന പറഞ്ഞ ആൾക്ക് മൈക്ക് കൊടുക്കും. POC ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്, യേശുവിനെ ആരാധിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിനെ മൂലഗ്രന്ഥം നമ്മളിപ്പോൾ ഒരു ഖുർആനിലെ ഒരു ആയത്തിനെ കുറിച്ച് അഭിപ്രായ വ്യത്യാസം വരുമ്പം അറബി ടെക്സ്റ്റിലേക്ക് പോകും. എന്നതുപോലെ നിങ്ങളുടെ മൂലഗ്രന്ഥത്തിൽ ആരാധിച്ചു എന്ന് പറഞ്ഞ പദം, പ്രോസ്കിനോ എന്ന് പറയുന്ന ഈ പദത്തിന് ആരാധന എന്ന് മാത്രമാണോ അർത്ഥം? സുഹൃത്ത് എങ്ങനെ മനസ്സിലാക്കുന്നതെന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്ന. ഞാനത് കണ്ടിട്ടുണ്ട്, ആരാധിച്ചു എന്ന് അവിടെ എഴുതിയിട്ടുള്ളത്. ചില സ്ഥലത്ത് വണങ്ങിയെന്നുണ്ട്, ചിലയിടത്ത് മുട്ടുകുത്തുന്നേ ഉള്ളൂ. ആരാധന എന്നുള്ളത് ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അത് ഒന്നാമത്തെ കൽപ്പനയാണ്. ഇസ്രായേൽ കേട്ടുള്ള ദൈവം ഏകനാണ്, ഏകദൈവത്തെ മാത്രമേ ആരാധിക്കാവൂ. അപ്പോൾ യേശുവിനെ ആരാധിച്ചു എന്നുള്ളത് ബൈബിളിൽ എടുത്തു നോക്കുമ്പോൾ യേശുവിൽ ആ ദൈവം പൂർണ്ണമായി വ്യക്തമാക്കപ്പെട്ടു എന്നുള്ളത് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ, അത് ബൈബിളിൻ്റെ മാത്രം അടിസ്ഥാനമാണ്. മറ്റ് വേദഗ്രന്ഥങ്ങൾ അങ്ങനെയല്ല പറയുന്നത്. ഇപ്പോൾ ഖുർആനെ സംബന്ധിച്ചിടത്തോളം അങ്ങനെയല്ല. പക്ഷെ ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നോക്കുമ്പോൾ ദൈവം ആത്മാവാണെന്ന് ബൈബിളിൽ തന്നെ. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെയുള്ള ഭാഗത്ത് യേശുക്രിസ്തു തൻ്റെ ദാസന്മാരുമായി കണക്ക് തീർക്കാൻ ആഗ്രഹിച്ച ഒരു രാജാവിൻ്റെ ഉപമ പറയുന്നുണ്ട്. മത്തായിയുടെ സുവിശേഷം 18-ാം അധ്യായത്തിൻ്റെ 26 മുതൽ 29 വരെ. നിങ്ങൾക്ക് ഇങ്ങോട്ട് നോക്കിയോ, സ്ക്രീനിലേക്ക് നോക്കിയോ, നിങ്ങൾക്ക് അവിടെ കാണാം. അവിടെ ഗ്രീക്ക് ബൈബിൾ നിങ്ങൾ നോക്കാം, അതിൽ പ്രോസ്കിനോ എന്നാണ് പറഞ്ഞത്. അവിടെ ഒരു രാജാവിൻ്റെ അടുക്കൽ വന്ന് ഒരു ഭൃത്യൻ വന്നിട്ട് മുട്ടുകുത്തുമ്പോഴും അവിടെ പറയുന്നത് രാജാവിനെ വിളിച്ചത് ക്യൂരിയോസ്, കർത്താവ്. മുട്ടുകുത്തി എന്നതിന് പറഞ്ഞിരിക്കുന്നത് ആരാധന. ഈ പ്രോസ്കിനോയ് സെയിം പദം തന്നെ. പക്ഷെ പ്രോസ്കിനോയ് എന്ന് പറഞ്ഞ പദത്തിന് സ്വന്തമായി ഒറ്റയടിക്ക് ആരാധന എന്ന അർത്ഥമില്ല. പക്ഷേ ഇലാഹിൻ്റെ മുമ്പിലാണോ അത് ചെയ്തത്, ആരാധനയാവും. സൃഷ്ടിയുടെ മുമ്പിലാണോ ചെയ്തത്, വണക്കമാവും. അതെ, ബഹുമാനത്തിൻ്റെ വണക്കമാവും. യേശുക്രിസ്തു തന്നെ രണ്ട് മനുഷ്യന്മാർ തമ്മിൽ, ഒരു ദാസനും രാജാവും തമ്മിൽ ചെയ്യുന്ന കാര്യത്തിന് പ്രോസ്കിനോയ്, ആ ഭാഗം നിങ്ങൾക്ക് ആ ക്ലിപ്പിൽ കാണാം. പ്രോസ്കിനോയ് എന്ന് പറഞ്ഞ പദത്തിൽ തന്നെ കാണാം. പ്രോസ്കിനോയ് എന്ന് തന്നെയാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. ക്രൈസ്തവ പണ്ഡിതന്മാരുമായിട്ട് ഞാൻ ഈ വിഷയം ഡിസ്കസും ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് നേരിട്ട് കാണാം. ഗ്രീക്ക് ടെക്സ്റ്റാണ്. POC ബൈബിളോ NAB വെർഷനോ അല്ലെങ്കിൽ KJ വെർഷനോ ഒന്നുമല്ല, ഒറിജിനൽ ഗ്രീക്ക് ടെക്സ്റ്റ്. അതിനകത്ത് നിങ്ങൾക്ക് കാണാം. നിങ്ങൾക്ക് അല്ലെങ്കിൽ നെറ്റിൽ പോയിട്ട് ഓൺലൈൻ ഇൻ്റർലീനിയർ ഗ്രീക്ക് ബൈബിൾ എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഈ പദങ്ങളുടെ അർത്ഥമൊക്കെ നിങ്ങൾക്ക് കിട്ടും. ഇവിടെ യഥാർത്ഥത്തിൽ പ്രോസ്കിനോ എന്ന് പറഞ്ഞ പദം യേശുവിൻ്റെ കാര്യത്തിൽ ആരാധന എന്ന് ഉപയോഗിക്കണമെങ്കിൽ വേറെ ഭാഗത്തുനിന്നും യേശു ആദ്യം ദൈവമാണെന്ന് തെളിയിക്കണം. അല്ലാതെ പ്രോസ്കിനോയ് കണ്ടിട്ട് ദൈവമാക്കാൻ ഒരിക്കലും കഴിയില്ല. കാരണം പ്രോസ്കിനോയ്ക്ക് ആ അർത്ഥമല്ല. ഏതുപോലെ മത്തായി, മർക്കോസ്, ലൂക്കോസിൻ്റെ സുവിശേഷം നോക്കിക്കഴിഞ്ഞാൽ അവിടെ ഗ്രീക്കിൽ പ്രാർത്ഥിച്ചു എന്ന പദത്തിന് ഉപയോഗിക്കുന്നത് പ്രൊസ്യൂക്ക് എന്ന ഒരു പദമാണ്.
നേരെ മറിച്ച് നമ്മൾ യോഹന്നാന്റെ സുവിശേഷത്തിലേക്ക് പോയാൽ ആ പദമേ കാണില്ല. നേരെ മറിച്ച് അവിടെ കാണുക ചോദിച്ചു. അപ്പോൾ ദൈവത്തോടാണ് ചോദിക്കുന്നതെങ്കിൽ അത് പ്രാർത്ഥനയാണ്, മനുഷ്യന്മാർ തമ്മിലാണ് ചോദിക്കുന്നതെങ്കിൽ അത് സാധാരണ ചോദ്യമാണ്. എന്നതുപോലെ ആദ്യം യേശുക്രിസ്തു ദൈവമാണെന്ന് തെളിയിച്ചാൽ ബാക്കി കാര്യങ്ങൾ പ്രോസ്കിനോയ്ക്ക് നമുക്ക് വർഷിപ്പ് കൊടുക്കാം, ഇല്ലെങ്കിൽ ബോ എന്ന് മാത്രമേ കൊടുക്കാം. അത് യേശുവിൻ്റെ ശിഷ്യനായ തോമാസ് ലീഹ തന്നെ പറയുന്നുണ്ട്, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ എന്ന് യേശുവിനെ അഭിസംബോധന ചെയ്യുന്നുണ്ട്. അപ്പോൾ അവിടെയും വീണ്ടും ഇതുണ്ട്. അപ്പോൾ അങ്ങനെ സുഹൃത്തിന് POC ബൈബിളിനോട് താല്പര്യമുള്ളത് കൊണ്ട് POC ബൈബിൾ തന്നെ എടുക്കാം. ആ കോട്ടിങ്ങിൻ്റെ റെഫറൻസ് എന്ന് പറഞ്ഞേരെ, അറിയോ? കൃത്യമായിട്ട് നോക്കിയിട്ടില്ല. ഹലോ, റോമൻ കാതലിക്കാണോ? ഓക്കെ. ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഇത്രയും വിഷയം അവതരിപ്പിച്ചെന്നുള്ള നിലയിൽ ഒരു ക്രൈസ്തവ ഒരാൾ പോലും ഈ വിഷയത്തിൽ മറുപടി പറയാത്തതുകൊണ്ട് ഒരു റോമൻ കാതലിക് വ്യക്തി എന്നുള്ള നിലയിൽ, വിശ്വാസി എന്നുള്ള നിലയിൽ ഞാൻ താങ്കളോട് ചോദിക്കുന്നത്, നേരത്തെ വിഷയം അവതരിപ്പിച്ച സുഹൃത്ത് കേട്ടിട്ടുണ്ടാവുമല്ലോ, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഈ സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കും ആളുകളും പറയുന്ന രീതിയിൽ ദൈവം ഒരു കൂട്ടമാണോ അതോ ദൈവം ഒന്നേ ഉള്ളോ? എന്താ താങ്കൾ മനസ്സിലാക്കുന്നത്? ദൈവം ഏകനാണെന്നുള്ള കാര്യം ബൈബിളിൽ കൃത്യമായിട്ട് പറഞ്ഞിട്ടുണ്ട്. ഏക ദൈവമാണുള്ളത്. പക്ഷേ ദൈവം ത്രീത്വമാണ് എന്നുള്ള കാര്യം ബൈബിളിൽ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും. ഈ ത്രീത്വം എന്നുള്ളത് 3 വ്യക്തികളായിട്ട് സെപ്പറേറ്റ് ആയിട്ട് നിൽക്കുന്നതായിട്ട് ഒരിക്കലും കാണരുത്. ദൈവം ഏകൻ തന്നെയാണ്. അപ്പോൾ ഇവിടെ പറഞ്ഞിരിക്കുന്നത് തെറ്റാണോ? ഞാനിപ്പോൾ പണ്ഡിതന്മാരുടെ ക്ലിപ്പുകൾ ഉദ്ധരിച്ച് സാക്ഷി അപ്പോളജറ്റിക് നെറ്റ്വർക്കിന്റെ ഒക്കെ വെച്ചുകൊണ്ട് യഹോവ മുകളിൽ യഹോവ താഴെ ഒരു തെറ്റാണ്. കാരണം ബൈബിളിൽ കൃത്യമായിട്ട് ഏക ദൈവമാണുള്ളത്. ഓക്കെ, താങ്ക്സ്. സുഹൃത്തിനെ പോലുള്ള ആളുകൾ വിശ്വസിക്കുന്നത് ദൈവം ഒന്നേ ഉള്ളൂ എന്നാണ്. പക്ഷേ പണ്ഡിതന്മാരുടെ ലോകത്തിലേക്ക് പൊക്കോളൂ, അവിടെ ചർച്ച നടക്കുന്നുണ്ട്, അവിടെ ഏലോഹിയും എക്കാദും ഒക്കെ ചർച്ച ചെയ്യുന്നുണ്ട്. ജെറി തോമസ് ഇവിടെ ഒറ്റപ്പെട്ടിട്ടില്ല. ജെറി തോമസ് പണ്ഡിതന്മാരുടെ വാക്കിൽ തന്നെയാണ് പിടിച്ചേക്കുന്നത്. പക്ഷേ അവർ കാണിച്ച ഒരു ട്രിക്ക് ജെറി ഉപയോഗിക്കാൻ വിട്ടുപോയി. അവർ ഇത്രയും ഇന്റർലിനേറ്റഡ് പെരിക്കോസിസ്, ഇന്റർമിംഗ്ലിംഗ് എന്നൊക്കെ പറഞ്ഞ് ധാരാളം പദങ്ങൾ കൊണ്ട് കളിച്ചത് എന്തിനാണെന്ന് ചോദിച്ചാൽ 3 ആണെന്ന് പറയാതിരിക്കാനാണ്. പക്ഷേ ജെറി അത് പച്ചയ്ക്ക് അങ്ങ് പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. ട്രിക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് 3 പേർക്കും ഒരേ വാദം തന്നെയാണുള്ളത്. ഇനി സുഹൃത്ത് പറഞ്ഞ സംഭവം കേട്ടോ, യേശുക്രിസ്തു ഉയർത്തെഴുന്നേറ്റു എന്ന് പറയുന്ന സ്ഥലത്ത് തോമസ് പറയുന്നു, എൻ്റെ കർത്താവേ എൻ്റെ ദൈവമേ. അവിടെ ഒരു എക്സ്ക്ലമേറ്ററി സൈൻ കാണാം. എന്ന് വെച്ചാൽ നമ്മുടെ മുമ്പിൽ പെട്ടെന്നൊരു സംഭവം നടന്നു, ഞാൻ ദൈവമേ പടച്ചോനെ എന്ന് വിളിച്ചു എന്ന് വെച്ചാൽ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന ആൾ പടച്ചോനെന്നല്ല എൻ്റെ അർത്ഥം. നേരെ മറിച്ചിട്ട് അവിടെ അതേ എക്സ്ക്ലമേറ്ററി സൈൻ കാണാം. POC ബൈബിളിൽ തന്നെ കാണാം. പരിശോധിക്കാം. കണ്ടിട്ടുണ്ടോ? ഇല്ല. ഇനി അടുത്ത ആൾക്ക് ചോദിക്കാം. എൻ്റെ പേര് ബോവസ്. എനിക്ക് ചോദിക്കാനുള്ളത് ഈസാ മോഹനാണ്, ബഹുമാനപ്പെട്ട ഈസാ മോഹനാണ്. എൻ്റെ ചോദ്യം ഇതാണ്. മത്തായി സുവിശേഷം 26-ാം അധ്യായത്തിൻ്റെ 63-ാമത്തെ ഭാഗത്ത് യേശുവിനെ വിസ്തരിക്കുന്നതായിട്ട് കാണാൻ പറ്റും. പീലാത്തോസ് അവിടെ പറഞ്ഞിരിക്കുന്നത് എങ്ങനെയാണ്? മഹാപുരോഹിതൻ പിന്നെയും അവനോട് ചോദിച്ചു, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറയുക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാൻ ആകുന്നു, ഇനി മനുഷ്യപുത്രൻ സർവശക്തൻ്റെ വലതുഭാഗത്തിരിക്കുന്നതും വാനമേഘങ്ങളിൽ വരുന്നതും നിങ്ങൾ കാണും എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു, ഇനി സാക്ഷികളെ കൊണ്ട് നമുക്ക് എന്താ ആവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. അപ്പോൾ യേശു ദൈവപുത്രൻ എന്ന് അവകാശപ്പെട്ടത് എങ്ങനെ യഹൂദന്മാർക്ക് ദൈവദൂഷണമായി എന്നതാണ് എൻ്റെ ചോദ്യം. ഒരു സാധാരണ പ്രയോഗമാണെങ്കിൽ അവർ ഒരിക്കലും അത് ദൈവദൂഷണമാണ് എന്ന് പറയില്ലല്ലോ. എന്തുകൊണ്ടാണ് യേശു ദൈവപുത്രനാണ് എന്ന് അവകാശപ്പെട്ടപ്പോൾ മഹാപുരോഹിതൻ ഇത് ദൈവദൂഷണമാണ് എന്ന് പറഞ്ഞത്? ഇതുവരെ ചോദിച്ചതിൽ വളരെ പ്രസക്തമായ ചോദ്യമാണ് എൻ്റെ സുഹൃത്ത് ചോദിച്ചത്. സുഹൃത്തിൻ്റെ പേര്? ബോവസ്. അതായത് ബൈബിളിൻ്റെ പല ഭാഗങ്ങളിലും പല ആളുകളെയും ദൈവപുത്രൻ എന്ന് വിളിക്കുന്നുണ്ട്. ഇസ്രായേലിൻ്റെ ഏകജാതൻ എന്ന് പറയുന്നുണ്ട്. അതേപോലെ ദാവീദിനെ കുറിച്ച് പറയുന്നുണ്ട്, ശലോമോനെ കുറിച്ച് പറയുന്നുണ്ട്. മൊത്തത്തിൽ ജനങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ വചനം ലഭിച്ചവരെ മുഴുവൻ ദൈവമക്കൾ എന്ന് വിളിക്കുന്നുണ്ട്. അങ്ങനെയൊക്കെ ആണെങ്കിൽ എന്തുകൊണ്ടാണ് മഹാപുരോഹിതൻ യേശുക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ദൈവപുത്രനായ ക്രിസ്തുവാണ് ഞാനെന്ന് യേശു പറയുമ്പോൾ എന്തുകൊണ്ടാണ് നീ ദൈവദൂഷണം പറഞ്ഞു, നീ നിന്നെ ദൈവത്തിനോട് തന്നെ സമനാക്കി എന്നൊക്കെ പറഞ്ഞുകൊണ്ട് യേശു ക്രിസ്തുവിനെ മരണശിക്ഷയ്ക്ക് വിധിച്ചത് എന്നാണ് സുഹൃത്ത് ചോദിച്ചത്. ശരിയല്ലേ? ഇവിടെ സുഹൃത്ത് മനസ്സിലാക്കേണ്ട വിഷയം, യേശു ക്രിസ്തുവിൻ്റെ കാലഘട്ടത്തിൽ 3 തരം ആളുകളാണുള്ളത്. ഒന്ന്, യേശു ക്രിസ്തു പറയുന്നത് കേൾക്കുകയും വിശ്വസിക്കുകയും ചെയ്ത യേശു ക്രിസ്തുവിൻ്റെ അനുയായികൾ. 2, യേശു ക്രിസ്തു എന്തു പറഞ്ഞാലും യേശു ക്രിസ്തുവിനെ നിഷേധിക്കാനും യേശുവിനെ കൊടുക്കാനും ശ്രമിച്ച വ്യാജന്മാരായിട്ടുള്ള യേശു ക്രിസ്തു പിശാചിൻ്റെ മക്കളെന്ന് അഭിസംബോധന ചെയ്ത യഹൂദ വിഭാഗം.
മൂന്നാമത്തേത് ഈ ന്യായപ്രമാണത്തെ സംബന്ധിച്ച് യാതൊരു കാഴ്ചപ്പാടുമില്ലാത്ത റോമൻ സമൂഹം. ഇതിൽ നമ്മൾ വിശ്വാസം പഠിക്കേണ്ടത് യേശുവിൽ നിന്നും യേശുവിൻ്റെ അപ്പോസ്തലന്മാരും പഠിപ്പിച്ചതിൽ നിന്നും വേണമായിരുന്നു യഥാർത്ഥത്തിൽ വിശ്വാസം എന്താണെന്ന് പഠിക്കേണ്ടത്. യേശു ക്രിസ്തു ദൈവപുത്രൻ എന്ന പദം എന്തിനുപയോഗിക്കുന്നു, ശിഷ്യന്മാരത് ഏതർത്ഥത്തിൽ മനസ്സിലാക്കുന്നു, ഈ അർത്ഥത്തിൽ നിന്നുകൊണ്ട് വേണമായിരുന്നു നമ്മുടെ വിശ്വാസത്തെ നമ്മൾ കെട്ടിപ്പടുക്കേണ്ടത്. മറിച്ച് യേശുക്രിസ്തു തന്നെ, യേശുക്രിസ്തു ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഞാനും പിതാവ് ഒന്നാകുന്നു എന്ന് പറയുന്ന സന്ദർഭത്തിൽ യേശുക്രിസ്തു സംഭവം വിശദീകരിച്ചതിന് ശേഷം പറയുന്നുണ്ട്, ദൈവത്തിൻ്റെ വചനം ലഭിച്ചവരെ തന്നെ ദൈവങ്ങളെന്നും അത്യുന്നതൻ്റെ മക്കളെന്നും ഒക്കെ വിളിക്കുന്നെങ്കിൽ ദൈവം പ്രത്യേകിച്ച് വിശദീകരിച്ചയച്ച എന്നെ അങ്ങനെ പറയുന്നതിന് എന്തിന് നിങ്ങൾ ദൈവദൂഷണമെന്ന് പറയുന്നു? യേശുക്രിസ്തുവിൻ്റെ ചോദ്യമാണ്. അതായത് ഞാൻ ഈ പറയുന്നത് മുൻകാല പ്രമാണങ്ങളിലൊക്കെ ഉള്ളത് തന്നെയാണെങ്കിൽ പിന്നെ എന്നെക്കുറിച്ച് എന്തിന് നിങ്ങൾ ദൈവദൂഷണം പറഞ്ഞു? ഞാൻ അതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ എന്ന് യേശുക്രിസ്തു പറയുന്നു. ശിഷ്യന്മാരുടെ കാര്യം ഞാൻ പറഞ്ഞു, നീ സാക്ഷാൽ ദൈവപുത്രനായ ക്രിസ്തു എന്ന് പറഞ്ഞ പത്രോസിൻ്റെ പ്രാർത്ഥന 2 സ്ഥലത്ത് ഞാൻ ഉദ്ധരിച്ചു. അവിടെയും യേശുക്രിസ്തു ദൈവമാണെന്ന് പറഞ്ഞിട്ടില്ല. മാർത്തയുടെ കാര്യം പറഞ്ഞു, മാർത്തയും യേശുക്രിസ്തു പ്രാർത്ഥിച്ച ദൈവം കേൾക്കുമെന്നല്ലാതെ യേശുക്രിസ്തു ദൈവമാണെന്ന് അതിനർത്ഥം വെച്ചില്ല. ഇനി തെളിവ്, സുഹൃത്തിൻ്റെ തെളിവ് കിടക്കുന്ന വ്യാജന്മാരായിട്ടുള്ള യഹൂദന്മാരുടെ പേരിലാണ്. യഹൂദന്മാരെ കുറിച്ച് കാണാം, അവർ യേശുവിനെതിരായിട്ട് അവർ അസൂയ പൂണ്ടു, എങ്ങനെയും അവനെ പിടിക്കണമെന്ന് വിചാരിച്ചു. ജനങ്ങളെ മുഴുവൻ രക്ഷിക്കുന്നതിന് വേണ്ടി ഒരുത്തനെ പിടിച്ചു കൊടുക്കാമെന്ന് തീരുമാനിച്ചു. യേശുക്രിസ്തുവിനെ വിചാരണ ചെയ്യുന്ന വേളയിൽ കാണാം, അവനെതിരായിട്ട് ധാരാളം കള്ളസാക്ഷികളെ കൊണ്ടുവന്നു. പക്ഷേ അവരുടെ കള്ളസാക്ഷികളൊന്നും ഒത്തുവന്നില്ല. അങ്ങനെ ധാരാളം ശ്രമങ്ങൾ അവർ നടത്തി. യേശുക്രിസ്തു അവരെക്കുറിച്ച് പറയുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, ദൈവം നിങ്ങളുടെ പിതാവായിരുന്നെങ്കിൽ നിങ്ങൾ എന്നെ സ്നേഹിക്കുമായിരുന്നു. ഞാൻ ദൈവത്തിൻ്റെ അടുക്കൽ നിന്ന് വന്നിരിക്കുന്നു, ഞാൻ സ്വമേധയാ വന്നതല്ല, ദൈവം എന്നെ അയച്ചതാണ്. എൻ്റെ വാക്കുകൾ നിങ്ങൾ മനസ്സിലാക്കാത്തത് എന്തുകൊണ്ട്? ഞാൻ പറയുന്നത് ഗ്രഹിക്കാൻ മനസ്സില്ലാത്തത് കൊണ്ടത്രേ. പിശാചെന്ന പിതാവിൻ്റെ മക്കളാണ് നിങ്ങൾ. നിങ്ങളുടെ പിതാവിൻ്റെ ഇഷ്ടം നിറവേറ്റാൻ നിങ്ങൾ ഇച്ഛിക്കുന്നു. അവൻ ആദ്യം മുതലേ കൊലപാതകനായിരുന്നു. അവനിൽ സത്യമില്ലാത്തത് കൊണ്ട് അവൻ സത്യത്തിൻ്റെ വശത്ത് നിൽക്കുന്നതുമില്ല. ചോദ്യത്തിന് മറുപടിയും ശ്രദ്ധിച്ചോണം. വ്യാജം പറയുമ്പോൾ അവൻ സ്വന്തം ഭാഷ സംസാരിക്കുന്നു. യേശുക്രിസ്തു പറയുമ്പോൾ യേശുക്രിസ്തു കൊടുക്കാത്ത അർത്ഥം, അപ്പോസ്തലന്മാർ കൊടുക്കാത്ത അർത്ഥം അവരെന്ത് ചെയ്യുന്നു? വ്യാജം പറയുമ്പോൾ അവൻ സ്വന്തം ഭാഷ സംസാരിക്കുന്നു. അവൻ വ്യാജം പറയുന്നവനും വ്യാജത്തിൻ്റെ അപ്പനുമാകുന്നു. എന്ന് വെച്ചാൽ ഞാൻ പറയുന്നതോടൊപ്പം എക്സ്ട്രാ അവനൊരാശയം കൂടെ കൊടുത്തിട്ട് എന്നെ എന്ത് ചെയ്യുന്നു? അവർ കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നു. ഇനിയും കാണാം, യേശുക്രിസ്തുവിനെ ഇവർ വിചാരണ ചെയ്ത് ഏറ്റവും അവസാനം യേശുവിനെ കുരിശിൽ കയറ്റി എന്ന് പറയുന്ന ഭാഗത്ത് കാണാം, ഇവർ വന്നു യേശുവിനെ ബൈബിളിൻ്റെ വിവരണത്തിൽ ആ കുരിശിൽ കിടക്കുന്ന യേശുവിനോട് അവർ പറയുന്നത് കാണാം. ഇനി അവർ അസൂയയുടെ പ്രശ്നങ്ങളൊക്കെ അവർ പറയുന്നുണ്ട്. ആകയാൽ പരീക്ഷന്മാർ തമ്മിൽ പറഞ്ഞു, നമുക്കൊന്നും സാധിക്കുന്നില്ലല്ലോ, ലോകം അവൻ്റെ പിന്നാലെ ആയിപ്പോയി. കാരണം യേശുക്രിസ്തു ധാരാളം മോചിസത്തുകൾ, ധാരാളം അമാനുഷികമായ കാര്യങ്ങൾ ചെയ്യുന്നു. എല്ലാ ജനങ്ങളും അവൻ പറയുന്നത് കേൾക്കുന്നു, നമ്മളെയും കൊണ്ടൊന്നും കഴിയുന്നില്ലല്ലോ എന്ന അസൂയ പൂണ്ടിട്ടാണ് അവരിത് ചെയ്യുന്നതും. പീലാത്തോസിൻ്റെ അടുക്കൽ ചെല്ലുമ്പോഴും അവർ കാണാം, അവർക്ക് ഇവനോടുള്ള അസൂയ നിമിത്തമാണ് അവരിങ്ങനെ പലതും പറയുന്നത് എന്ന് കാണാം. ഏറ്റവും അവസാനം സത്യം അവർ പറയുന്നത് കേൾക്കാം. ദൈവപുത്രൻ ദൈവമാണോ എന്ന് അവർ മനസ്സിലാക്കിയോ എന്ന് നോക്കാം. അവർ ക്രൂശയിൽ കിടക്കുന്ന സമയത്ത് അങ്ങനെ തന്നെ മഹാപുരോഹിതന്മാരും ശാസ്ത്രിമാരും മൂപ്പന്മാരും പരിഹസിച്ചു. ഇവൻ മറ്റുള്ളവരെ രക്ഷിച്ചു, തന്നെത്താൻ രക്ഷിപ്പാൻ കഴിവില്ല. അവൻ ഇസ്രായേലിൻ്റെ രാജാവാകുന്നു എങ്കിൽ ഇപ്പോൾ ക്രൂശിൽ നിന്നും ഇറങ്ങി വരട്ടെ, എന്നാൽ ഞങ്ങൾ അവനിൽ വിശ്വസിക്കും. അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, ഇവനിൽ പ്രസാദമുണ്ടെങ്കിൽ ഇപ്പോൾ വിടുവിക്കട്ടെ. ഞാൻ ദൈവപുത്രൻ എന്ന് ഇവൻ പറഞ്ഞല്ലോ. ഇവൻ ദൈവപുത്രൻ എന്ന് പറഞ്ഞതുകൊണ്ട് ഇവൻ ദൈവത്തിൽ ആശ്രയിക്കുകയും ദൈവം അവനെ ഒരു പ്രതിസന്ധി ഘട്ടത്തിൽ അവനെ രക്ഷിക്കുകയും ചെയ്യുമല്ലോ. അങ്ങനെ ചെയ്യുമെങ്കിൽ ഞങ്ങൾ അവനെ വിശ്വസിച്ചേനെ. എന്തവർ ചെയ്യുന്നില്ല? യേശു ക്രിസ്തു ദൈവമാണെന്നല്ല അവർ വാദിക്കുന്നത്. അവർക്കറിയാമായിരുന്നു ദൈവപുത്രൻ എന്ന് വാദിക്കുന്നു എന്നത് വെച്ചാൽ ദൈവത്തിൽ അവൻ ആശ്രയിക്കുന്നു, ദൈവത്തിൻ്റെ സഹായം അവന് ഈ ഘട്ടത്തിൽ കിട്ടും. അങ്ങനെയെങ്കിൽ ഞങ്ങൾ അവനെ വിശ്വസിക്കാമെന്നാണ് അവർ പറഞ്ഞത്. നിർഭാഗ്യവശാൽ ക്രൈസ്തവ സുഹൃത്തുക്കൾ തെളിവ് തേടുന്നത് വ്യാജന്മാരായിട്ടുള്ള ആളുകളിൽ നിന്ന് തേടാതെ അപ്പോസ്തലന്മാർ പഠിപ്പിച്ചിരുന്ന് തേടണം എന്നാണ് എൻ്റെ അഭ്യർത്ഥന. ഒരു ചോദ്യം കൂടി. അപ്പോൾ ഈ യേശുക്രിസ്തുവിനെ ക്രൂശിക്കുന്ന സമയത്ത് അവിടെ കണ്ടു നിന്നവരെല്ലാം പറഞ്ഞു, നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരിക. അപ്പോൾ യേശുക്രിസ്തു അങ്ങനെ വന്നില്ല. അതിൻ്റെ കാര്യം യേശു നമ്മളെല്ലാം രക്ഷിക്കാൻ വേണ്ടി ക്രൂശിൽ യാഗമാകാൻ വന്നതുകൊണ്ടാണ്. അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ഞങ്ങളുടെ ഈ പ്രസംഗവും എല്ലാം വ്യർത്ഥമാകുമായിരുന്നു. പക്ഷേ ചോദിക്കാനുള്ള ഇതാണ്, യേശുവിൻ്റെ ക്രൂശീകരണ സമയത്ത് അവിടെ ഭൂകമ്പവും എല്ലാം ഉണ്ടായി. അപ്പോൾ അതിനുശേഷം ശതാധിപനും അവനോട് കൂടെ യേശുവിനെ കാത്തു നിന്നവരും ഭൂകമ്പം മുതലായി സംഭവിച്ചത് കണ്ടിട്ട് അവൻ ദൈവപുത്രനായിരുന്നു സത്യം എന്ന് പറഞ്ഞ് ഏറ്റവും ഭയപ്പെട്ടു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുറച്ചു മുമ്പ് നീ ദൈവപുത്രനാണെങ്കിൽ ക്രൂശിൽ നിന്ന് ഇറങ്ങി വരാൻ പറഞ്ഞ അവർ തന്നെയാണ് പറയുന്നത് നീ ദൈവപുത്രനാണെങ്കിൽ ഇറങ്ങി വരിക എന്ന് പറഞ്ഞതിന് ശേഷം ക്രൂശീകരണം നടക്കുന്നു. അതിനുശേഷം അവർ
അവരത് സമ്മതിക്കുകയാണ്, അവൻ ദൈവപുത്രനായിരുന്നു സത്യം. ഈ മത്തായി 27:54 എന്താണ് പറയുന്നത്? എന്ന് വെച്ചാൽ അദ്ദേഹത്തെ ദൈവം രക്ഷിച്ചു എന്നവർ കണ്ടു, ദൈവമാണെന്ന് വരുമോ? ഞാൻ ചോദിക്കുന്നത്, ഞാൻ നേരത്തെ ചോദിച്ചത്, അവർ പറയുന്നത് യേശു ക്രിസ്തുവിനെ അവൻ ദൈവത്തിൽ ആശ്രയിക്കുന്നു, അവൻ ദൈവപുത്രനാണെന്ന് വാദിക്കുന്നു, എങ്കിൽ അവനെ ഈ സമയത്ത് ദൈവം രക്ഷിക്കുമല്ലോ. ഇതാണ് അവരുടെ ആകെ ദൈവപുത്രൻ. അങ്ങനെയാണ് അപ്പോസ്തലന്മാർ. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ ഇത് കൃത്യമായിട്ട് മനസ്സിലാക്കുന്നതിന് യേശു ക്രിസ്തു ഒരു സ്ഥലത്തും പ്രാർത്ഥന ആവശ്യപ്പെട്ടില്ല. അപ്പോസ്തലന്മാർ പ്രാർത്ഥിച്ചു, അബ്രഹാമിൻ്റെ, ഇസ്ഹാക്കിൻ്റെ, യാക്കോബിൻ്റെ ദൈവം, നമ്മുടെ പിതാക്കന്മാരുടെ ദൈവം തന്നെ അവിടുത്തെ പരിശുദ്ധദാസനായ യേശുവിനെ മഹത്വപ്പെടുത്തി. ദൈവപുത്രൻ എന്ന് വിശ്വസിക്കുന്ന ആളുകളാണ്. മാർത്ത ദൈവപുത്രനാണ്, നീ ലോകത്തിലേക്ക് വരുവാനുള്ള ദൈവപുത്രനായ ക്രിസ്തു. ഏതർത്ഥത്തിൽ? സുഹൃത്ത്, ക്രൈസ്തവ വിശ്വാസത്തിൻ്റെ ദൈവപുത്രത്വം നിലനിൽക്കുന്നത് അനാദികാലത്തിൽ പിതാവിൽ നിന്ന് ജനിച്ചു. അനാദികാലത്തിൽ ജനിച്ചു. ഈ വാദം യേശുക്രിസ്തു പറയണ്ടേ? ശിഷ്യന്മാർ ആ രീതിയിൽ ഒരു ചർച്ച വരണ്ടേ? യേശുക്രിസ്തുവിൻ്റെ ശിഷ്യന്മാർ അവിടെ പ്രവർത്തിക്കുന്ന സമയത്തും പിൽക്കാലത്തും യേശുക്രിസ്തുവിൻ്റെ അനുയായികളെ കുറിച്ചിട്ട് അവർക്ക് ആകെയുള്ള കംപ്ലൈൻറ്റ് എന്താ? ഇവൻ മിശിഹായാണെന്ന് വാദിച്ചു, യേശുക്രിസ്തു മിശിഹായാണെന്ന് ഇവർ പ്രബോധനം ചെയ്യുന്നു. എന്നിട്ട് അതിൻ്റെ താഴെ എഴുതിയിട്ടുണ്ട്, അവരിൽ മറ്റൊരു കുറ്റവും കാണാത്തതിനാൽ വെറുതെ വിട്ടു. യേശു ദൈവമാണെന്നാണ് വിശ്വാസമെങ്കിൽ മിശിഹാണെന്ന് വാദിക്കുന്നതാണോ പ്രശ്നം? പൗലോസിനെ കണ്ടില്ലേ ന്യായപ്രമാണം അനുസരിക്കാത്തതിൻ്റെ പേരിൽ യഹൂദന്മാർ എടുത്തിട്ട് അടിക്കുന്നത്? എന്നാൽ അപ്പോസ്തലന്മാരെ കുറിച്ചിട്ട് എന്താ കാണുന്നത്? അവരെ വലിയ സ്നേഹമായിരുന്നു, അവർ വലുതായിട്ട് ഇവരെ സ്നേഹിച്ചു. അവരെ പിടിക്കാൻ വേണ്ടി പോയപ്പോഴും കാണാം, ജനം മുഴുവൻ അവരെ സ്നേഹിച്ചതിനാൽ അവരെന്ത് ചെയ്തു? പിടിക്കാൻ ഭയപ്പെട്ടു. എന്നാൽ പൗലോസ് ന്യായപ്രമാണത്തിന് വിരുദ്ധമായ ഒരു കാര്യം പറഞ്ഞപ്പോൾ തന്നെ പൗലോസിന് അടി കിട്ടി. അപ്പോൾ പിന്നെ യഹോവ തന്നെ മനുഷ്യനായിട്ട് വന്നതാണ് യേശു എന്നും, യേശു യഥാർത്ഥത്തിൽ ദൈവത്തിൻ്റെ പുത്രനായ മറ്റൊരു യഹോവയാണെന്നും അവിടെ പറഞ്ഞിരുന്നെങ്കിൽ അപ്പോസ്തലന്മാർക്ക് അടി ആദ്യം കിട്ടണ്ടേ? അപ്പോസ്തലന്മാരോട് അവർ പറഞ്ഞത്, ഞങ്ങൾ മിശിഹ അല്ല എന്ന് പറഞ്ഞു, ഞങ്ങൾ കൊന്ന ആ ആളിനെ നിങ്ങൾ മിശിഹയാണെന്ന് പറയരുത്. അവർ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് നമ്മൾ ശ്രദ്ധിച്ചാൽ യേശുവിൻ്റെ കാലഘട്ടത്തിലും യേശുവിൻ്റെ കാലഘട്ടത്തിന് ശേഷവും ഈ ചർച്ച മാത്രമേ ഉള്ളൂ. ഒരിക്കലും യേശു ക്രിസ്തു ദൈവമാണെന്നോ ദൈവപുത്രനാണെന്നോ യഹൂദ പുരോഹിതന്മാരുടെ വ്യാജവാദമല്ലാതെ വേറെ ഒന്നും അവിടെ ഇല്ല. യേശുവിൻ്റെ ശിഷ്യന്മാർക്കും അതില്ല. ഇതാണ് ബൈബിളിൻ്റെ അടിസ്ഥാനത്തിൽ നമുക്ക് മനസ്സിലാകുന്ന കാര്യം. എൻ്റെ പേര് കോശി. ഞാനിവിടെ മിസ്റ്റർ മുഹമ്മദ് ഈസ ഇവിടെ കിടന്ന് കിണഞ്ഞ് പരിശ്രമിക്കുന്ന കണ്ടു. എന്താ, ക്രിസ്ത്യാനികൾ ബഹുദൈവ ആരാധികളാണെന്ന് എങ്ങനെയെങ്കിലും ഒന്ന് വരുത്തി വെക്കാൻ കിണഞ്ഞ് കിടന്ന് പരിശ്രമിക്കുന്ന കണ്ടു. അതിൽ ഒരു കാര്യം എനിക്ക് പറയാനുള്ളത്, ഞങ്ങൾ ബഹുദൈവ ആരാധന ക്രിസ്ത്യാനികൾ ഒരിക്കലും അംഗീകരിക്കില്ല. ബൈബിളിന് വിരുദ്ധമായിട്ടുള്ളതൊന്നും ഞങ്ങൾക്ക് അംഗീകരിക്കാൻ കാര്യമല്ല, ഞങ്ങൾ അത് അംഗീകരിക്കില്ല. അപ്പം എന്താണ് നേരത്തെ മുഹമ്മദ് ഈസയുടെ വാക്കുകൾ അദ്ദേഹം പറയുന്നുണ്ടായിരുന്നു, ബഹുദൈവങ്ങൾ എന്നുള്ളതാണ് എന്നാണ് ക്രിസ്ത്യാനികൾ പറയുന്നത്. അത് വീണ്ടും ഞങ്ങൾ തീർത്ത് പറയുന്നു, ഞങ്ങൾ ബഹുദൈവ ആരാധനയല്ല, ഏകദൈവ ആരാധനയാണ്. അപ്പോൾ അതിനകത്ത് രണ്ട് കാര്യങ്ങളാണല്ലോ. ഒന്ന്, നിങ്ങൾ പറഞ്ഞു സത്തയിൽ ഒന്ന് ദൈവം, സത്തയിൽ ഒന്ന്, വ്യക്തിയിൽ മൂന്ന്. എങ്ങനെയാണ് ഇനി ബഹുദൈവാരാധനയായി തീരുന്നത്? സത്തയിൽ മൂന്നായിരുന്നെങ്കിൽ, സത്തയിൽ, ഞാൻ വീണ്ടും പറയുകയാണ്, സത്തയിൽ മൂന്നായിരുന്നെങ്കിൽ ബഹുദൈവാരാധന എന്ന് നമുക്ക് പറയാം. മൂന്ന് ദൈവങ്ങൾ എന്ന് പറയും. സത്തയിൽ ഒന്ന്, ഒരേ ദൈവം. നീ എന്താ സത്ത? സത്ത എന്ന് പറയുമ്പോൾ ദൈവത്തിൻ്റെ ഗുണങ്ങളുടെ ആകെത്തുക എന്നുള്ളതാണ്. എന്താ ദൈവത്തിൻ്റെ ഗുണങ്ങൾ? അത് ഇൻഫിനിറ്റ് ആണ്. ഒന്ന് നമ്മൾ മനസ്സിലാക്കണം. ഉദാഹരണം, മഹാശക്തി, സർവശക്തി, ശരിയായിട്ട് പറയാം, സർവശക്തി, സർവജ്ഞാനം, പരിശുദ്ധി. അവനെ പോലെ പരിശുദ്ധൻ മറ്റൊരുത്തനില്ല. അവനെ പോലെ സർവശക്തൻ മറ്റൊരുത്തനില്ല. രണ്ട് സർവശക്തന്മാരുണ്ടോ? മുഹമ്മദ് ഈസയോട് ഞാൻ ചോദിക്കുന്നു, രണ്ട് സർവശക്തന്മാരുണ്ടോ? ഒരിക്കലുമില്ല. അപ്പൊ സർവശക്തൻ. അപ്പൊ ഞങ്ങൾ ആരെ ആരാധിക്കുന്നു? ഈ പറയുന്ന ഏക സത്യയായ ദൈവത്തെ ആരാധിക്കുന്നു, മറ്റൊരു ദൈവത്തെ അല്ല, ബഹുദൈവത്തെ അല്ല. ഒരിക്കലും ബഹുദൈവാരാധന എന്ന് പറയണമെങ്കിൽ, മൂന്ന് ദൈവങ്ങൾ എന്ന് പറയണമെങ്കിൽ സത്യയിൽ മൂന്നാകണം. അല്ലാതെ ബഹുദൈവാരാധന
എന്ന് ഒരിക്കലും പറയാൻ പറ്റില്ല. ഇനി എൻ്റെ ഒരു ഉദാഹരണം ഞാൻ ഇനി ക്വസ്റ്റ്യനിലേക്ക് ഞാൻ വരുന്നു. മെയിനായിട്ടുള്ള ക്വസ്റ്റ്യൻ, ഈ സത്യയിൽ ചോദ്യം മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട്. കർത്താവായ യേശു, സഹോദരൻ മൈക്ക് കൈമാറണം. ആ സഹോദരൻ വളരെ ആത്മാർത്ഥമായ ഒരു ക്രൈസ്തവ വിശ്വാസിയാണ്. ക്വസ്റ്റ്യനിലേക്ക് വരണേ. പിന്നുള്ളത്, സത്യയിൽ കർത്താവായ യേശു ക്രിസ്തു പിതാവാം ദൈവത്തിനോട് തുല്യൻ. പിതാവാം ദൈവത്തിന് എന്തൊക്കെ സത്യയിൽ ഈ ഗുണങ്ങൾ, ഈ പറഞ്ഞ സർവശക്തി, സർവവ്യാപി, സർവജ്ഞാനി, പരിശുദ്ധി, ദൈവത്തിൻ്റെ സ്നേഹം, അതെല്ലാം കർത്താവ് യേശു ക്രിസ്തുവിലും ഉണ്ടെന്ന് ഉടനീളം ബൈബിളിൽ അത് തന്നെ അപ്പോസ്തലന്മാർ വിശ്വസിച്ചിരുന്നു. അതെല്ലാം വ്യക്തമായിട്ട് നമുക്കതറിയാം. അപ്പം അതുകൊണ്ടാണ് ഞങ്ങൾ സത്യയിൽ പിതാവാം ദൈവത്തോട് ഒന്നെന്ന് ഞങ്ങൾ പറയുന്നത്. പിന്നെ യേശു ക്രിസ്തു പറഞ്ഞിരുന്ന ഹിസ് യുണീക്ക് ക്ലെയിംസ് ഓഫ് ജീസസ് ക്രൈസ്റ്റ് എന്ന് പറഞ്ഞാൽ, ഇപ്പോഴത്തെ താൻ തന്നെ പുനരുദ്ധാനവും ജീവനുമാകുന്നു, താൻ സ്വർഗത്തിൽ നിന്നിറങ്ങി വന്ന അപ്പം, താൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു, തന്നിലൂടെ അല്ലാതെ ഒരുവനും പിതാവിൻ്റെ അടുക്കൽ പോകുന്നില്ല. ദീസ് ആർ യുണീക്ക് ക്ലെയിംസ് ഓഫ് ജീസസ്. അത് യോഹന്നാന്റെ സുവിശേഷം, ആദിയിലുള്ള വചനം, ദൈവത്തോട് കൂടെയുള്ള വചനം, ദൈവം തന്നെയായ വചനമെന്ന് യേശു ക്രിസ്തുവിൻ്റെ ദിവ്യത്വത്തെ ഉടനീളം പലയിടങ്ങളിൽ പറഞ്ഞതിനെ വ്യാഖ്യാനിക്കാൻ ശ്രമിച്ചാൽ പല പ്രയാസമാണ്. യൂണിക് ക്ലെയിംസ് ഓഫ് ജീസസ്. ഞാൻ ചോദിക്കുകയാണ്, വെറുതെ വചനം ലഭിച്ച ഒരു പ്രവാചകനായിരുന്നെങ്കിൽ ഈ പറഞ്ഞ യുണീക്ക് ക്ലെയിംസ് ഓഫ് ജീസസ് ചെയ്യത്തില്ല. യേശു പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു, എന്നെ കണ്ടവൻ ദൈവത്തെ കണ്ടിരിക്കുന്നു പറയാനുള്ള ധൈര്യമുള്ള ഒരു പ്രവാചകനും പഴയ നിയമത്തിൽ ഉണ്ടായിരുന്നോ? ഞാൻ പ്രോഫറ്റ് മുഹമ്മദിന് അത് പറയാൻ സാധിച്ചിട്ടുണ്ടോ? ആർക്കെങ്കിലും ഒരു മനുഷ്യന് അത് പറയാൻ ധൈര്യമുണ്ടോ? മതി മതി മതി. സുഹൃത്ത് പറഞ്ഞ വിഷയം, കുറേ കാര്യങ്ങൾ സുഹൃത്ത് പറഞ്ഞു. അതിൽ സത്തയിൽ ഞാൻ നേരത്തെ കാണിച്ചല്ലോ. സാറിൻ്റെ പേര് നമ്മളെ നേരത്തെ സംസാരിച്ചിട്ടുണ്ട്, ലാബിയിൽ സംസാരിച്ചിട്ടുണ്ട്. പേരെന്നോട്ട് പറഞ്ഞ് കോശി ബ്രദർ ശ്രദ്ധിക്കുക. സത്തയിൽ ഒന്നാണ് എന്ന് വെച്ചാൽ അതിലുള്ള ഉൾക്കാമ്പ്, അതിലെങ്കിലുള്ള സാരാംശം, അവരുടെ കഴിവ്, അവരുടെ യോഗ്യത തുല്യമാണ് എന്ന് മാത്രമേ സത്തയിൽ ഒന്ന് എന്നതിന് അർത്ഥമുള്ളൂ. ആ ഒന്ന് എന്ന് പറയുന്നത് വെറും ഒന്നല്ല, അത് യക്കാതാണ്. ആ യക്കാതെന്ന് വെച്ചാൽ ഒരു കൂട്ടമാണ് എന്നതുപോലെ സുഹൃത്തിൻ്റെ മനസ്സിൽ പിതാവ്, ഞാൻ ആദ്യം ചോദിക്കുന്നത്, പിതാവ് ഒരു ദൈവം, പുത്രനൊരു ദൈവം, ആ കമ്മ്യൂണിറ്റി, ആ കൂട്ടം അസ്തിത്വത്തിൽ ഒന്നാണെന്ന് ഇവർ പറയുന്നില്ല. സുഹൃത്ത് സാക്ഷിയുടെ സ്ഥിരം പരിപാടിയിൽ പങ്കെടുക്കുന്ന ആളാണല്ലോ. അസ്തിത്വത്തിൽ ഒന്നാണെന്ന് പറയുന്നില്ല. അതുകൊണ്ടാണ് അവർ പറഞ്ഞത്, പിതാവേ നന്ദി, നീ എനിക്ക് വേണ്ടി കുരിശേ കയറി മരിച്ചല്ലോ എന്ന് പറയരുത്. കാരണം മരിച്ചത് പിതാവല്ല പുത്രനാണ്. പിതാവല്ല പുത്രൻ എന്ന് അങ്ങനെ പറയുന്നത്, അങ്ങനെ വിശ്വസിക്കുന്നത് ദുരുപദേശമാണെന്നാണ് എം സക്കറിയ എന്ന് വെച്ചാൽ ബ്രദറൻ സഭയുടെ ഡിബേറ്റർ പറയുന്നത്. അതിന് അവതാരികരിക്കുന്ന OM ഷാമുവിൽ 7ാം ക്ലാസ് ആകുമ്പോൾ പ്രഗത്ഭരാണ്. ഈ ആളുകൾ പറയുന്നത് എന്താ? സത്തയിലൊന്ന് എന്ന് വെച്ചാൽ, ഞാൻ ഈ പറയാണ്, ഇവിടെ ഇരിക്കുന്നവരെല്ലാം സത്തയിലൊന്നാണ് എന്ന് വെച്ചാൽ ഇവരെല്ലാം മനുഷ്യത്വം എന്ന് പറഞ്ഞ ക്വാളിറ്റി ഉണ്ട് ഇവർക്ക്. ഞാൻ പറയാണ്, ലോകത്തുള്ള മുഴുവൻ സൃഷ്ടികളും സൃഷ്ടി എന്ന സത്തയിലൊന്നാണ്. ഒരു പഴക്കൊലയിലെ മുഴുവൻ പഴങ്ങളും സത്തയിലൊന്നാണ്, അത് യക്കാതാണ് എന്ന് പറഞ്ഞാൽ അത് എത്രയുണ്ടെന്നുള്ള ചോദ്യത്തിൽ ബഹുദൈവ വിശ്വാസമല്ലേ ഉള്ളത്? ഞാൻ ധാരാളം കാര്യങ്ങൾ കാണിച്ചു, ജെറിയുടെ കാണിച്ചു, 7ാം ക്ലാസ് ആകുമ്പോൾ നേതാക്കന്മാർ. അതുകൊണ്ടാണ് ഞാൻ വെറുതെ വെർബലായിട്ട് പറഞ്ഞു പോകാതിരുന്നത്. അവർ പറയുന്നത് കണ്ടല്ലേ, പുത്രനെ കണ്ടവൻ പിതാവിനെ കണ്ടു എന്ന് പറഞ്ഞാൽ, താങ്കൾ പറയുന്നത് പോലെ വിശ്വസിച്ചാൽ ദുരുപദേശം. ഞാൻ വായിച്ചില്ലേ, എം സക്കറിയുടെ പുസ്തകം വായിച്ചില്ലേ? ആ ക്ലിപ്പ് കണ്ടില്ലേ? സുഹൃത്തിന് മനസ്സിലായില്ലേ? അതിനകത്ത് എഴുതിയിരിക്കുന്നത് എന്താ? പിതാവല്ല പുത്രൻ. 1ാം പാഠമാണ്, തൃത്വത്തിലെ 1ാം പാഠം എന്ന് പറയുന്നത് പിതാവല്ല പുത്രൻ, പുത്രനല്ല പരിശുദ്ധാത്മ. ഞാൻ സുഹൃത്തിനെ ഞാൻ കുറ്റം പറഞ്ഞത്, കാരണം ഞാനും അവിടെ ഉണ്ടായിരുന്നപ്പോൾ ഞാനും അങ്ങനെയൊക്കെ തന്നെയാണ് ധരിച്ച്. ഒരു ദൈവമേ ഉള്ളൂ, അതുകൊണ്ടാണ് നമ്മൾ ആപ്പിളും ഓറഞ്ചും ഒക്കെ ആയിട്ട് പറഞ്ഞുകൊണ്ട് നടന്നത്. പക്ഷെ അതല്ല ക്രൈസ്തവ പണ്ഡിതന്മാർ കൊടുക്കുന്ന അർത്ഥം, അതിനല്ല. ഇതുണ്ടല്ലേ, മറ്റു ചിലർ പിതാവ് തന്നെയാണ് പുത്രനെന്നും, പിതാവ് തന്നെയാണെങ്കിൽ പുത്രനാണെങ്കിൽ മാത്രമേ എന്ത് നടക്കുകയുള്ളൂ? പിതാവിനെ കണ്ടാൽ പുത്രനെ കാണാൻ പറ്റുള്ളൂ. പിതാവ് എന്നിലും ഞാൻ അവനിലും എന്ന് പറഞ്ഞാൽ ഒരു അസ്തിത്വമാവുകയുള്ളൂ. ഞാനും പിതാവ് ഒന്നാണെന്ന് പറഞ്ഞാൽ അസ്തിത്വത്തിൽ ഒന്നാവണമെങ്കിൽ ഇത് രണ്ടുപേരും ഒന്നാണ്. പക്ഷേ ഇത് ഒന്നാണെന്ന് പറയുന്നതിന് വചനവിരുദ്ധമാണ്. യേശു ക്രിസ്തുവിനെ റോമാക്കാർ മർദ്ദിച്ചു, പിതാവിനും പരിശുദ്ധാത്മാവിനും മർദ്ദനം കിട്ടിയോ? യേശു കുരിശേ കയറി, മറ്റേ രണ്ടുപേരും ക്രൂശേ കയറിയോ?
യേശു മരിച്ചു എന്ന് നിങ്ങൾ പറയുന്നു. മരിച്ച സമയത്ത് അവർ മറ്റേ 2 പേരുടെ കൂടെ ഉണ്ടായിരുന്നോ? കല്ലറയിൽ കടന്നപ്പോൾ 3 പേര് ഒരുമിച്ചായിരുന്നോ? അല്ലല്ലോ. അതുകൊണ്ട് തന്നെ പണ്ഡിതന്മാർ പറയുന്നത് ഇൻ ദ സെൻസ് ഓഫ് പേഴ്സൺ ഗോഡ് ഈസ് 3. ഇൻ ദ സെൻസ് ഓഫ് എസൻസ്, നേരത്തെ സുഹൃത്ത് പറഞ്ഞ പോലെ സാരാംശത്തിൽ, സത്തയിൽ, നമ്മളിവിടെ ക്രൈസ്തവരോട് ചോദിച്ചത് സത്തയിൽ നിങ്ങളുടെ ദൈവങ്ങളുടെ ക്വാളിറ്റി എങ്ങനെയുണ്ടെന്നല്ല. ദൈവങ്ങളുടെ ക്വാളിറ്റി അല്ല ചോദിച്ചത്, എത്രയുണ്ടെന്നാണ് ചോദ്യം. എത്ര പേരുണ്ട്? അതിനുള്ള മറുപടി 3 ആണ്. അത് ഞാനല്ല പറയുന്നത്, നിങ്ങളുടെ പണ്ഡിതന്മാരാണ് പറയുന്നത്. പിന്നെ സുഹൃത്ത് പറയുന്നു പിതാവിനോട് സാരാംശത്തിൽ തുല്യനാണ് പുത്രൻ എന്ന് പറയുന്നു. യേശുക്രിസ്തു പറയുന്നു ആ നാളിനെക്കുറിച്ച് പിതാവിനല്ലാതെ പുത്രനും ദൂതന്മാർക്ക് പോലും അറിയുകയില്ല. യേശുക്രിസ്തു ജീവനുള്ള പിതാവ് എന്നെ അയച്ചിട്ട് ഞാൻ പിതാവ് മൂലം ജീവിച്ചിരിക്കുന്നത് പോലെ നിങ്ങളും ജീവിക്കേണ്ടതിന് എന്നെ ഭക്ഷിക്കണം. യേശുവിന് ജീവനുണ്ട്. ആര് കൊടുത്തു? പിതാവ് കൊടുത്തു. യേശുക്രിസ്തു ന്യായവിധി നടത്തും. ആര് നിയമിക്കും? പിതാവ് നിയമിക്കും. യേശുക്രിസ്തു ക്ഷമിക്കും. ആര് ക്ഷമിക്കും? ആത്യന്തികമായി ക്ഷമിക്കുന്നവനാരാ? ആത്യന്തിക വിധികർത്താവ് ആരാ? എല്ലാ അർത്ഥത്തിലും പിതാവ് കൊടുത്തതേ ഉള്ളൂ. യേശുക്രിസ്തു പറഞ്ഞു ഇത് എൻ്റെ വചനമല്ല, ഞാൻ സ്വന്തം ഇഷ്ടപ്രകാരം സംസാരിക്കുന്നില്ല, ഞാൻ സ്വന്തമായി ഒന്നും ചെയ്യുന്നില്ല, ഞാൻ എന്ത് ചെയ്യുന്നു പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നു. വെച്ചാൽ പിതാവ് എങ്ങനെ വസിക്കുക? ഞാൻ പിതാവിലും പിതാവ് എന്നിലും, നിങ്ങൾ എന്നിലും ഞാൻ എന്നിലും, ഞാൻ നിങ്ങളിലും, ഞാനും പിതാവും നിങ്ങളിലും. യേശുക്രിസ്തു പറഞ്ഞു വചനം വസിക്കുന്നതിനെ കുറിച്ചിട്ടാണ് ഈ പറയുന്നത്. അല്ല നിങ്ങളെല്ലാം കൂടെ യേശുവിൽ വസിക്കുന്നു എന്ന് പറഞ്ഞാൽ നിങ്ങളെല്ലാവരും പോയി യേശുവിൽ വസിച്ചു എന്നാണ് അർത്ഥം. നിങ്ങൾ എന്നിൽ വസിക്കണമെന്ന് പറഞ്ഞാൽ നിങ്ങൾ എങ്ങനെ പോയി വസിക്കും? അവിടെ യേശുക്രിസ്തു നിങ്ങൾ എൻ്റെ വചനത്തിൽ വസിക്കണം, നിങ്ങൾ എൻ്റെ സ്നേഹത്തിൽ വസിക്കണം. അല്ലാതെ ഇങ്ങനെ ഒരു അർത്ഥമൊന്നുമില്ല. യേശുക്രിസ്തു പഠിപ്പിച്ചതിനകത്ത് നിന്ന് കാണാം. അതുകൊണ്ടാണ് ഞാൻ ഈ 2 രീതിയിലും വ്യാഖ്യാനിക്കാൻ പറ്റുന്ന വാക്കുകളെ വിട്ടിട്ട് അപ്പോസ്തലന്മാരുടെ പ്രാർത്ഥന എന്തായിരുന്നു യേശുക്രിസ്തുവിൻ്റെ കാലം നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. ഞാൻ ജെ.സി. ദേവനെ പോലുള്ള പ്രഗത്ഭരായ പണ്ഡിതന്മാരുമായിട്ട് ഈ വിഷയം ഡിസ്കസ് ചെയ്തപ്പോൾ ഞാൻ അദ്ദേഹത്തിനോട് ചോദിച്ചു, യേശുക്രിസ്തു അവിടെ നടന്ന പ്രാർത്ഥനയിൽ യേശു പങ്കെടുക്കുമായിരുന്നോ? യേശു ശബത്ത് ആചരിക്കുമായിരുന്നോ എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞത് ബൈബിൾ വായിച്ചിട്ട് ഞാൻ അവിടെ കണ്ടിട്ടില്ല, യേശുക്രിസ്തു ശബത്ത് ആചരിച്ചതായിട്ട് അവിടെ ഇല്ല. എനിക്ക് ഭയങ്കര അത്ഭുതം തോന്നി. കാരണം എന്ന് വെച്ചാൽ ഇപ്പം നമ്മൾ ചിന്തിച്ച് നോക്കിയാൽ ഒരു ഇസ്ലാമിക പണ്ഡിതനെ കുറിച്ചിട്ടൊരു ചരിത്ര പുസ്തകം, ഒരു ജീവചരിത്രം ഒരാൾ എഴുതി. ഇപ്പം ഷെയ്ഖ് അൽബാനിയെക്കുറിച്ച് എഴുതി. ഷെയ്ഖ് അൽബാനി സുബൈ നിസ്കരിക്കുമായിരുന്നു അതിനകത്ത് എഴുതണം. അദ്ദേഹം ജുമാ നിസ്കരിക്കുന്ന ആളായിരുന്നു, അങ്ങനെ എഴുതുമോ? ഒരു പണ്ഡിതൻ എന്ന് പറയുമ്പോൾ അതുകൊണ്ട് എന്നത് പറഞ്ഞ പോലെ യേശുക്രിസ്തു യെരുശലേം ദേവാലയത്തിൽ അവിടുത്തെ ജനങ്ങളെ ഉത്ബോധിപ്പിച്ചുകൊണ്ട് എന്നെ ആർ കുറ്റം വിധിക്കുമെന്ന് പറഞ്ഞ് നിന്ന അവരുടെ നോട്ടത്തിൽ ഒരു കുറ്റവും ചെയ്യാൻ നിൽക്കുന്ന വ്യക്തിയാണ്. ശബത്ത് ലംഘിച്ച് ആഹാരം എന്തും കഴിക്കാവുന്ന രീതിയിൽ നടന്ന ഒരു വ്യക്തിയല്ല. യേശുക്രിസ്തു പറഞ്ഞു നിങ്ങൾ എന്നെ എന്താ വടിയും കോലുമായിട്ട് പിടിക്കാൻ പറ്റുന്നത്? ഇന്നലെ വരെ നിങ്ങളുടെ ദേവാലയത്തിൽ ഇരുന്നുകൊണ്ട് ഞാൻ നിങ്ങളെ ഉപദേശിച്ചില്ലേ? ചുരുക്കത്തിൽ യേശുക്രിസ്തുവിനുള്ള യേശുക്രിസ്തു പറഞ്ഞു എൻ്റെ കഴിവ് മുഴുവൻ എന്താ ഞാൻ ചെയ്യുന്നതാണോ? പിതാവ് എന്നിൽ വസിച്ചുകൊണ്ട് ചെയ്യുന്നു. പിതാവിന് ഇത് ഞാൻ മാത്രമാണോ ചെയ്യുക? ഞാൻ പോകുന്നത് കൊണ്ട് നിങ്ങൾ ഞാൻ ചെയ്യുന്നതിലും അധികം പ്രവൃത്തി ചെയ്യും. പിന്നീട് നമ്മൾ കണ്ടില്ലേ പത്രോസിൻ്റെ കാലത്ത് പത്രോസിൻ്റെ നിഴലടിച്ച് അസുഖം മാറുന്നു, പത്രോസിൻ്റെ തൂവാല കൊണ്ടിട്ടിട്ട് അസുഖം മാറ്റുന്നു ഇല്ലേ? ഇവിടെയെല്ലാം യേശുക്രിസ്തു പഠിപ്പിച്ചു. കറക്റ്റ് ഞാൻ ഒരു സംശയത്തിനും അങ്ങോട്ടും ഇങ്ങോട്ടും വ്യാഖ്യാനിക്കാൻ പറ്റാത്ത ഇഷ്ടം പോലെ വാക്യങ്ങൾ ഉദ്ധരിച്ചു. യേശുവിൻ്റെ അപ്പോസ്തലന്മാരെ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൽ ഒരാൾ പോലും നിങ്ങൾ യേശുവിനെ ആരാധിക്കുന്നവരാണെന്ന് അവരെക്കുറിച്ച് പറഞ്ഞിട്ടേയില്ല. ന്യായം നിങ്ങൾ യേശു മിശിഹയാണെന്ന് പറയരുത് എന്നതായിരുന്നു അവർ തമ്മിലുള്ള പ്രശ്നം. യേശുക്രിസ്തു യഹോവയാണെന്നും യഹോവയുടെ പുത്രനാണെന്നും ഒക്കെ വാദിക്കുന്ന ആളുകളായിരുന്നെങ്കിൽ അതാണോ പ്രശ്നം? ഇത് രണ്ടിൽ ഏതാ ഗൗരവം? അപ്പോസ്തലപ്രവൃത്തി 21-ാം അധ്യായത്തിൽ പൗലോസ്ലീഹ വരുന്ന സമയത്ത് ന്യായപ്രമാണ സംബന്ധമായ വിഷയത്തിൽ യഹൂദന്മാർ ആചരിക്കേണ്ട എന്ന് അദ്ദേഹം പറഞ്ഞതിനെ പേരിൽ അദ്ദേഹത്തെ യഹൂദന്മാർ എടുത്തിട്ട് അടിക്കുന്നുണ്ട്. അപ്പോൾ യെരുശലേമിൽ ജീവിക്കുന്ന അപ്പോസ്തലന്മാർ ആ സമയത്ത് യഹോവ എന്ന് പറയുന്നത് യേശുവാണെന്നും യഹോവയുടെ പുത്രൻ എന്ന് പറയുന്നത് യേശുവാണെന്നും ഒക്കെ പറഞ്ഞിരുന്നെങ്കിൽ അടി അവിടെ കിട്ടത്തില്ലേ? അവരെക്കുറിച്ച് കണ്ടുന്ന അവരിൽ മറ്റൊരു കുറ്റവും കാണാത്തതിനാൽ അവരെ വെറുതെ വിട്ടു, അവരെ താക്കീത് ചെയ്ത് വിട്ടു. അപ്പോൾ സുഹൃത്ത് പറയുന്ന പോലെ യേശുക്രിസ്തു, ഇപ്പം ഞാനിപ്പം എൻ്റെ കയ്യിലിരിക്കുന്ന ഈ പുസ്തകത്തിൽ ഒരു രസകരമായൊരു വാദം, പിതാവ് യേശുക്രിസ്തു സർവജ്ഞാനിയാണോ എന്ന വിഷയത്തിൽ ഒരു ചോദ്യം പുള്ളി തന്നെ ചോദിക്കുക. യഹോസാക്ഷികൾ നമ്മളോട് ചോദിക്കുന്നു. യേശുക്രിസ്തു പറയുന്നു ആ നാളിനെക്കുറിച്ച് പിതാവിനല്ലാതെ പുത്രനോ ദൂതന്മാർക്ക് പോലും അറിയില്ല. എന്നിട്ട് അദ്ദേഹത്തെ അതിൻ്റെ വ്യാഖ്യാനിച്ചെടുത്തിട്ട് അദ്ദേഹം പറയാണ്, പക്ഷെ എന്ന് പറഞ്ഞുകൊണ്ട് പുത്രന് സർവജ്ഞാനമില്ല എന്ന് പറയാൻ പറ്റുമോ?
കാരണം പുത്രൻ അറിയാം എവിടെയാണ് ആ അറിവുള്ളതെന്നറിയാം. പുത്രൻ എന്തറിയാം? പുത്രൻ അത് അറിവില്ലെങ്കിലും അത് ആർക്കാണ് അറിയുന്നതെന്നറിയാം. അപ്പം അതൊരു അറിവല്ലേ? അത് നമുക്കും അറിയത്തില്ലേ? എല്ലാ കാര്യവും ദൈവത്തിന് അറിയാമെന്ന് എനിക്കറിയത്തില്ലേ? ഞാൻ സർവജ്ഞാനിയാവും അതുകൊണ്ട്. അപ്പോൾ അതുകൊണ്ട് ദുർവ്യാഖ്യാനങ്ങളും കാര്യം ഇത് ഞാൻ ഇത്രയത്തിലല്ല നിർത്തേണ്ടത്. ബൈബിളിൽ ഇവർ കാണിക്കുന്ന ദുർവ്യാഖ്യാനങ്ങൾ ഞാൻ എണ്ണി പറഞ്ഞാൽ ഇഷ്ടം പോലെ പറയുന്നുണ്ട്. അതൊരു സദസ്സ് അത് നേരിട്ട് ഡിസ്കസ് ചെയ്യുമ്പോൾ ചെയ്യേണ്ടതാണ്. ഏതായാലും യേശുക്രിസ്തു സത്തയിൽ ഒന്നാണെന്ന് ക്രൈസ്തവർ പറയുന്നത്. ഇപ്പം ഞാൻ സുഹൃത്തിനോട് ഒരു ചോദ്യം ചോദിക്കാം.